കൃഷ്ണാർപ്പണമസ്തു. നമ്മുടെ ഇന്നത്തെ കൃഷ്ണയാമം സ്റ്റാർട്ട് ചെയ്യാം. ശ്രീകുമാരി മാതാജി മെസ്സേജ് ഞാൻ കണ്ടു, അയച്ചിട്ടുണ്ട്. അവിടെ ഡെലിവറി ആയിക്കോളെന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. പിന്നെ കുറേ പേരുടെ ഐറ്റംസ് ഒക്കെ ഇന്ന് അയച്ചു, കുറേ പേരുടെ ഇനി അയക്കാനുണ്ട്. എൻ്റെത് അയച്ചു എന്ന് വെച്ചാൽ എനിക്ക് ആരുടേതെന്നൊന്നും പേരൊന്നും ബൈഹാർട്ടല്ല. അയക്കുന്നവരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് രജിസ്റ്ററിൽ. കിട്ടിക്കോളും, വിഷമിക്കരുത്. മെസ്സേജിനെ കുറിച്ച് ആരും പറയരുത്. മെസ്സേജ് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ അച്ഛ, ഹരേ കൃഷ്ണ അമ്മേ. പിന്നെ ഇന്ന് നമ്മുടെ ഹാരം അണിഞ്ഞിരിക്കുന്നത് സുശീല പുണർദം, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. മാതാജിയുടെ പേരിലാണ് ഇന്ന് ഹാരം അണിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാരം അല്ലേ? ഒരു കുക്കുംബർ എടുത്തിട്ട് തീരുന്നില്ല എന്നോ? അതെന്ത് കുക്കുംബറാ എടുത്തേക്കുന്നേ? അത് മനസ്സിലാവുന്നില്ലല്ലോ. അത്രയും വലിയ കുക്കുംബർ എന്ത് കുക്കുംബറാ? ഹൈബ്രിഡ് ആണോ? പിന്നെ മറ്റെന്തെങ്കിലും 5 മിനിറ്റ് വിശേഷം പറയാൻ സമയം തരാം. ഹെൽമെറ്റ് വാങ്ങിയില്ല, നാളെ മേടിക്കാം. സോറി വാങ്ങിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും ഡബ്ബിങ് വന്ന് ഓടിപ്പോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. വാങ്ങിയിട്ടില്ല, നാളെ മേടിക്കും. പ്ലീസ്. പിന്നെ അതന്നെ അല്ലേ ചക്കു, കുക്കുംബർ തന്നെയല്ലേ എടുത്തത്, മത്തങ്ങയൊന്നുമല്ലല്ലോ. മത്തങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. ബെസ്റ്റ്. നാളെയല്ലേ പോണേ ഗുരുവായൂർക്ക്, അപ്പോഴേക്കും പനി പിടിപ്പിച്ചു. ചൂരലൊന്നും വേണ്ട, ഞാൻ നാളെ വാങ്ങിക്കും. മത്തങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മത്തങ്ങ, കുമ്പളങ്ങ, അതിൻ്റെയൊക്കെ തൊലിയില്ലേ, ഈവൻ കുക്കുംബർ ആയാലും, എനിക്കത് രാവിലെ പറയാൻ വിട്ടുപോയി. അതിൻ്റെ തൊലി എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചീവി എടുക്കില്ലേ, ചീവി എടുക്കുമ്പോൾ നമ്മൾ ഇത്ര പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ കട്ട് ചെയ്തെടുത്ത മത്തങ്ങയുടെ തൊലി എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നല്ല ഇതില്ലേ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെജ് ചിക്കൻ മസാല, ഉപ്പ്, ഒരു തക്കാളി, ചെറിയ പകുതി തക്കാളിയാണെങ്കിലും ശരി, കിട്ടുന്നുമില്ല പറയാൻ. അപ്പോൾ ആ തക്കാളിയും കൂടെ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെജ് ചിക്കൻ മസാല, ഒരു തക്കാളി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ തൊലിയില്ലേ, തൊലി ഏകദേശം ഇത്രയുള്ള ക്യൂബ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇത്രയുള്ള പോലെ, ഞാൻ വിളിക്കാം, അമ്മയെ വിളിക്കാം, അത്രയുള്ള ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട്. ചേച്ചി മാരീഡ് ആണെന്നോ? അല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്തു പറ്റി? ആലോചിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാന്നറിയോ? മിക്സിയിൽ അടിച്ചിട്ട് ഈ കട്ട് ചെയ്ത പീസില്ലേ അതിൽ നന്നായിട്ട് തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ആദിത്യം പ്രഭുച്ചിരിക്കുന്നു. അയ്യോ നാരായണ. തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒരു 2 പച്ചമുളക് നടു കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സൂചിച്ചിരിക്കാൻ തുടങ്ങി. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നല്ല ഇങ്ങനെ ഉണക്കമീനൊക്കെ വറുക്കില്ലേ, അതേപോലെ വറുത്തെടുക്കാം. ഭയങ്കര സ്മെല്ലും ആയിരിക്കും, ശരിക്കും ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്കൊരു മീൻ വറുത്തത് പോലെ നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. അത് നിങ്ങൾക്ക് അല്ല, കുക്കിംഗ് ക്ലാസ് അല്ല സാർ, ഞാൻ ചില ടിപ്സ് പറഞ്ഞു കൊടുത്താണ്. ഉള്ളി, വെളുത്തുള്ളി, സവാള ഇല്ലാത്ത ചില കുഞ്ഞു ടിപ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കുക്കുംബറിൻ്റെ തൊലിയായാലും ശരി, മത്തങ്ങയുടെ തൊലിയായാലും ശരി, എന്തിൻ്റെ ആയാലും ശരി, ഇതൊന്നും എന്താ പറയുക, നല്ലതാണ് കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് ഫുഡിൻ്റെ കൂടെ അതൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഓംലേറ്റ്,
ഇന്ന് ഞാൻ കിച്ചൂടനെ ഓംലേറ്റ് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ ഇട്ടപ്പോഴേക്കും എല്ലാവരും ചോദിക്കണം, അയ്യോ മാതാജി ഇതെന്താ ഓംലേറ്റ് എന്ന്. ഓംലേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മുട്ട വാങ്ങരുത്. എല്ലാ നോൺ വെജ് ഹോട്ടലുകളും അടച്ചു പോകണം. ഓക്കെ, ഒരു നോൺ വെജ് ഹോട്ടലും ഉണ്ടാവരുത്. കംപ്ലീറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായി മാറണം കേരളത്തിൽ. അതാണ് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ലക്ഷ്യം, എക്സ്പെഷ്യലി ഗുരുവായൂർ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഓംലെറ്റ്, അത് നല്ല കടലമാവ് എടുക്കുക. കടലമാവ് എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരുപാട് ഇടരുത്, വളരെ ചെറിയ ക്വാണ്ടിറ്റി. നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടുന്നത്, അതുപോലെ കുറച്ചിട്ടിട്ട് കടലമാവിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നോർമൽ വാട്ടർ, ഹോട്ട് വാട്ടർ ഒന്നും വേണ്ട, നോർമൽ വാട്ടർ എടുത്ത് ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുക. അടിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഈ ദോശമാവ് പരുവത്തിലാവും ഇത്. അപ്പോൾ അത് ഭയങ്കര ലൂസായിട്ട് വേണം അടിച്ചെടുക്കാൻ. ലൂസായിട്ട് അടിച്ചെടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് ശരിക്കും ഇങ്ങനെ അടിച്ച് നന്നായിട്ട് പതഞ്ഞ് വരും. അത് പതഞ്ഞ് വരുമ്പം നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വളരെ ചെറിയ ക്യൂബ്സ് ആയിട്ട് തക്കാളി കട്ട് ചെയ്തിടുക. ദെൻ പച്ചമുളക് അതുപോലെ കട്ട് ചെയ്തിടുക. കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും കട്ട് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? നോ പ്രോബ്ലം സുഭാഷ് പ്രഭു, ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ ഭർത്താവ് നാട്ടിലുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ മോനുണ്ട്, +2 പഠിക്കുന്നു. ഇനി ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അവനെയും കെട്ടിച്ചു വിടും. ഓക്കെ, ഒരു കല്യാണം കഴിച്ചതേ മതി എന്നുള്ളൊരു ഭാവത്തിലിരിക്കുകയാണ്, ഇനി ഒരു കല്യാണത്തിന് താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മളെ എന്താ പറയുക, ദോശമാവില്ലേ, ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ ദോശത്തവിയിൽ നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂടി വെച്ച് ഉണ്ടാക്കില്ല. ഇതുണ്ടാക്കുമ്പം ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഈ ദോശക്കല്ലൊന്ന് മൂടണം. എന്തിനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ കടലമാവ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഒരല്പം ഒരു 2-3 മിനിറ്റ്സ് എടുക്കും. ഇതിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം, ചെറിയ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് ഒരു പരുവത്തിലാവും. അപ്പോൾ അത് ഒരു വെജ് ഓംലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ആയിട്ട് എല്ലാവരും മാറണം. അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഓംലെറ്റിൻ്റെ ടിപ്പും തന്നു, പ്ലസ് നിങ്ങൾക്ക് ഒരു സൈഡ് ഡിഷ് ഫ്രൈഡ് ടിപ്പും തന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ കുക്കുംബർ ക്ലാസ് ആരും മറക്കരുത്, കുക്കുംബറും കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. മാക്സിമം എല്ലാവരും വെജിറ്റേറിയൻ ആയിട്ട് മാറുക. വെജിറ്റേറിയനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക. പിന്നെ വേറെ എന്തെങ്കിലും എനിത്തിങ് എൽസ്? ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഉച്ചയ്ക്ക് എല്ലാവരെയും പറ്റിച്ചു അല്ലേ അമ്മേന്ന്? ഞാനൊന്നും ഇത് ഓംലെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലേ? എന്താ മാരാടെ നീ അങ്ങനെ പറയുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ ഇവരൊക്കെ വെജിറ്റേറിയൻ ആക്കാൻ പറ്റൂ? വെജ് ആവും എന്ന് പറയുമ്പോൾ ടിപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ പരീക്ഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിൽ മാതാജി ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം നോൺ കഴിക്കും എന്നൊന്നും പറഞ്ഞാൽ അത് ഇവിടെ അംഗീകരിക്കില്ല കേട്ടോ. മഞ്ജരീസിലാരും നോൺ കഴിക്കരുത്, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇന്ന് നന്നായി ചിരിച്ചുറങ്ങാമെന്ന്. അതെന്താ സുജി, കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടാണോ? അയ്യോ നാരായണ, എന്തിനാ വെറുതെ. ഒരു കല്യാണം കഴിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഭർത്താവിനെ അടക്കി കിട്ടുന്നില്ല, പിന്നെയാണ് എൻ്റെ അമ്മോ കെട്ടുന്നത്. പ്രണയിക്കുന്നത് വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രണയിച്ച് കഴിഞ്ഞ് നമ്മളുടേതായി കഴിയുമ്പം ഈ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്യാരക്ടറാണ്, അഡമൻ ക്യാരക്ടറാണ്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനിങ്ങനെയാണ് എന്ന ഭാവത്തിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഓളത്തിനനുസരിച്ച് അങ്ങനെ സഞ്ചരിക്കും. പല വഴികളും പ്രയോഗിച്ച് നോക്കി. എങ്ങാനും നമ്മൾ മിണ്ടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെയെങ്കിലും വിഷമിച്ചിട്ട് വരും എന്നൊക്കെ കരുതിയാ വേടെ. അവരെ മാറ്റാൻ പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ മാറുക എന്നുള്ളതാണ് അല്ലേ? അപ്പം അതായിരിക്കും ബെറ്റർ എന്നുള്ളത് എനിക്കും തോന്നി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ആയി മാറി. നമ്മൾ മാറുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല, മാറുമൊന്നുമില്ല, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ പ്രണയവും സീതേനെയും രാമനെയും കൃഷ്ണനെയും രാധേനെയും ഒക്കെ നമുക്ക് ഗീതയിലും മഹാഭാരതത്തിലൊക്കെ വായിക്കാനും കേൾക്കാനൊക്കെ കൊള്ളാം. ഭർത്താവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു രക്ഷയില്ല. ഇതുപോലെ അഡമൻ്റ് ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്താലും കല്ല് പോലെ അങ്ങിരിക്കും. അതും ഒരു രസം, അതും നമുക്ക് എൻജോയ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സുജി അല്ല ചേച്ചി, പേരല്ലേ വിളിച്ചത്? അത് സുജി ആണായാലും ശരി പെണ്ണായാലും ശരി, അതൊന്നും ഒരു പ്രശ്നമല്ല, പേര് വിളിച്ചു, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം നമ്മുടെ കർണനും കൃപനും തമ്മിലുള്ള സംവാദമാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ മഹാഭാരതം? ഇനി ഓർമ്മയില്ലാണ്ടൊന്നുമില്ല, മറന്നൊന്നും പോയില്ലല്ലോ. മാതാജി ആരായിരുന്നു ഇന്നലെ? ആരാ എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ? ഹിഡുംബി ആരാണ്, ഹിഡുംബൻ ആരാണെന്ന്. എന്ത് ചോദ്യമാശേ. ഗഡോൽഗജൻ ആരാണ്, ഭീമൻ ആരാണ്? ഹിഡുംബനെ വധിച്ചതല്ലേ ആര്? ഭീമൻ. എന്നിട്ടല്ലേ പെങ്ങളായ ഹിഡുംബിയെ കല്യാണം കഴിക്കുന്നത്. അതിലല്ലേ ഗഡോൽഗജൻ ഉണ്ടാവുന്നത്. ആരായിരുന്നു അത് ചോദിച്ച ആളുടെ പേര് ഞാൻ പറഞ്ഞതാ. ഹരേ കൃഷ്ണ. അത് കേട്ടതും ഞാൻ ചിരിച്ചൊരു വഴിയായി. പോട്ടെ, സാരല്ലേ, അവരുടെ ഒരു സംശയം, നേരത്തെ ക്ലാസ് കാണാത്തവർ. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. നിങ്ങളുടെ റൂം ബുക്കിംഗ്സ് ആയാലും പിന്നെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ എന്ത്
ചക്കു ഒരു രക്ഷയില്ല ചക്കു. ഐ എം സോ സോറി. ഹരേ കൃഷ്ണ. ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. സപ്പോസ് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല എങ്കിൽ അല്ല സോറി ഫോൺ എടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ശരിയാണല്ലേ, മഞ്ജരീസിലെ കല്യാണാലോചന കൂടുന്നുണ്ട്. ഇനിയിപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് ക്ലാസ് എടുക്കാം, അതായിരിക്കും ബെസ്റ്റ്. ഓഡിയോ ക്ലാസ് മതിയോ, ലൈവ് ക്ലാസ് വേണ്ട എന്നാണെങ്കിൽ. അപ്പോൾ കല്യാണത്തിന് കുറച്ച് എന്താ പറയുക ആലോചനകൾ കുറയുമെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം. എന്ത് പറയുന്നു? ഷായി ചേട്ടാ നമസ്കാരം, താങ്ക് യു സോ മച്ച്. 1-ാം തീയതിയിലെ കല്യാണത്തിന് ഞാൻ വരുന്നുണ്ട് കേട്ടോ, ട്രിവാൻഡ്രത്തേക്ക്. നമുക്ക് അവിടെ വെച്ച് കാണാം. ലൈവ് മതിയല്ലേ? നേരത്തെ കഴിക്കുമായിരുന്നു. എന്ത് കല്യാണോ അതോ കുക്കുംബറോ? മനസ്സിലായില്ല. അപ്പോൾ ശരി, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എല്ലാവരും ഭയങ്കര സീരിയസ് ആണ് കേട്ടോ, ഞാനും സീരിയസ് ആണ്. മാതാജിയെ കാണണം. ആർക്കാണ്? ആദിത്യൻ അനിൽകുമാർ. ഓ കാണാലോ, ഞാനിത് ഇവിടെ ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഒരുത്തനെ ഞാൻ ഓടിച്ചതേ ഉള്ളൂ, ദിവ്യ മാതാജി. ഹരേ കൃഷ്ണ. കുക്കുമ്മർ ഒരെണ്ണം കഴിച്ചു. അങ്ങനെ വി നീഡ് ലൈവ്. ഷുവർ സർ, ഡെഫിനറ്റ്ലി ലൈവ് തന്നെ എടുക്കാം. കല്യാണം ആലോചിക്കില്ല എങ്കിൽ ലൈവ് എടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കർണനും കൃപനും തമ്മിലുള്ളൊരു സംവാദം. കണ്ടാൽ പ്രായം തോന്നില്ല, സന്തൂർ സോപ്പാണ് കുളിക്കുന്നത്. അത് ശരി, ഞാൻ സന്തൂറൊന്നുമല്ല. അങ്ങനെ വേണ്ട, രാധാറാണിയും ചൂട്ടിനെയും കാണണമെന്ന്. അല്ല, ഞാൻ തമാശ പറഞ്ഞാണ്, ലൈവ് തന്നെ എടുക്കത്തുള്ളൂ. മാതാജി ജാൻവരി ഗുരുവായൂർ പ്രോഗ്രാമിന് സീനിയർ സിറ്റിസന് പ്രവേശനമുണ്ട്. വൈ നോട്ട്? സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ, ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അപ്പം സീനിയർ സിറ്റിസൺസിനൊക്കെ എല്ലാവർക്കും പ്രവേശനമുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മുടെ പുതിയ ഹോട്ടലിലാണ്, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ദൈവത്തോർത്തിട്ട് അവിടെ വന്നിട്ട് എൻ്റെ മോനം കളയരുതാരും. ഞാനിങ്ങനെ അവിടുത്തെ സുപ്പീരിയേഴ്സിനോടൊക്കെ ഇങ്ങനെ മഞ്ജരീസിനെ കുറിച്ച് ഭയങ്കര സംഭവ ബഹുലമായി പറഞ്ഞ്, ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു മാതാജിയും ആൾക്കാരും വന്നിട്ടുണ്ട്. ദൈവമേ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് പറയിക്കരുത്. വേറെയും ഗസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും നല്ല അടക്കവടക്കമായിട്ട് നല്ല കുട്ടികളായിട്ട് വേണം അവിടെ പോകാൻ കേട്ടോ. സിന്ദൂരം ഇടാത്തത് കൊണ്ടാണ് കല്യാണം ആലോചിക്കുന്നത്. അതും ഒരു കറക്റ്റ്. സിന്ദൂരം ഇട്ടാൽ ഈ വണ്ടി രജിസ്റ്റേർഡ് എന്നുള്ള കാര്യം മനസ്സിലാവും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. സിന്ദൂരിടാം. ഇനി ആ പ്രശ്നം കൂടി നമുക്ക് ഒതുക്കാം. എന്ത് പറയണു ചക്കു? നിനക്ക് ഞാൻ തരാട്ട. ജാൻവരിയിലാണ്. ജാൻവരിയിൽ ഏതെങ്കിലും ഒരു സൺഡേ ആണ്. ഞാൻ ഉടനെ തന്നെ, എനിക്ക് 1-ാം തീയതി 2, 3, 4 ഒക്കെ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ ഷൈജുടാ, ഓക്കെ. അപ്പം കുറച്ച് തിരക്കുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ഉടനെ ഡേറ്റ് പറയും. ഓക്കെ, ഞങ്ങൾ സൂപ്പറാണ്. ഞാനും വരുന്നു. എല്ലാവരും വായോ, നമുക്ക് അടിച്ചു പൊളിച്ച് ക്ലാസ് ഒക്കെ എടുത്ത്. ക്ലാസ് വേണ്ട, അല്ലാതെ കുറച്ച് പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടാം അവിടെ ഒരു ദിവസം, അല്ലേ? അപ്പം ക്ലാസ് തുടങ്ങിയാലോ? വിശേഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? തുടങ്ങാം. റെഡി? എന്താണ് കർണനും കൃപനും തമ്മിൽ സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ? കർണൻ ദുര്യോധനനെ സമാധാനിപ്പിച്ചിട്ട് പറയാണ്, ഹേ മഹാരാജാവേ, ഭയപ്പെടേണ്ട. കാരണം എന്താണ്? ദുര്യോധനൻ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥ. എന്താണ്? ജയദ്രഥൻ പോയി, ഭീഷ്മർ പോയി, ദ്രോണാചാര്യരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നു. ആകെപ്പാടെ എന്താ പറയുക, ദുര്യോധനൻ അങ്ങ് ഒരു വട്ട് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഹസ്ബൻഡിനെ പറഞ്ഞു വിടട്ടെ എന്ന്. വേണ്ട, എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്നോട്ടെ. അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്, അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഉപദ്രവിക്കേണ്ട. അദ്ദേഹം കുറച്ച് അഡമന്റ് ക്യാരക്ടറാണെങ്കിലും വളരെ ലവബിളാണ്. എനിക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയത് അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ദൈവത്തോട് അദ്ദേഹത്തെ പറഞ്ഞു വിടണ്ട, അവിടെ ഇരിക്കട്ടെ. അപ്പം കർണൻ ദുര്യോധനനെ സമാധാനിപ്പിക്കുകയാണ്. ദുര്യോധനനെ ഈ വഴിക്ക് ആക്കിയത് സത്യം പറഞ്ഞാൽ കർണനാണ്, അല്ലേ? ഒരു രീതിയിൽ ഉപദേശിച്ച് കർണൻ എല്ലാം കൂടെ ദുര്യോധനനെ ഈ രീതിയിലാക്കിയെടുത്തു. ഇനി വീണ്ടും ഉപദേശിക്കുകയാണ്. എന്താ പറയുന്നത്? മഹാരാജാവേ, അങ്ങ് ഭയപ്പെടണ്ട. എന്ത് വന്നാലും അർജുനനെ ഞാൻ കൊല്ലാതിരിക്കില്ല എന്ന്. എങ്ങനെയെങ്കിലും കർണൻ കൊല്ലുന്നാണ് പറയുന്നത്. എന്തായാലും കർണൻ കൊല്ലുന്നു. കർണന്റെ ഒരു പാഴ്മോഹം. എന്നാലും സാരല്ല, ഇരിക്കട്ടെ. എൻ്റെ വാക്ക് വിശ്വസിക്കൂ. കർണൻ പറയാണ്, എൻ്റെ വാക്ക് എങ്ങനെയെങ്കിലും വിശ്വസിക്കും മഹാരാജാവേ, ഞാൻ എങ്ങനെയെങ്കിലും കൊന്നോളാം, ഉറപ്പായിട്ടും കൊന്നോളാം. ഞാൻ പാണ്ഡവ സൈന്യത്തെയും പരാജയപ്പെടുത്തിക്കൊള്ളാന്ന്. ആര് പറയുന്നു? കർണൻ പറയാണ്, പാണ്ഡവ സൈന്യത്തെയും പരാജയപ്പെടുത്തി പാണ്ഡവന്മാരെയൊക്കെ കൊന്നിട്ട്
അങ്ങേക്ക് നിഷ്കണ്ടകമായിരിക്കുന്ന രാജ്യം അനുഭവിക്കാൻ തരുന്നതാണ്. പാണ്ഡവന്മാരുടെ രാജ്യമൊക്കെ കള്ള ചൂത് കളിച്ചിട്ട് അരക്കില്ലോം ചുട്ടിട്ട് ഈ കൗരവന്മാര് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതിന് കൂട്ടുപിടിക്കാൻ പോയിരിക്കുക ആര്? നമ്മുടെ കർണൻ. എന്നിട്ട് പറയാണ് ദുര്യോധനനോട്, ദുര്യോധന മഹാരാജാവേ, അങ്ങ് ഒട്ടും വിഷമിക്കണ്ട, അങ്ങ് സങ്കടപ്പെടണ്ട, അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ. ഞാൻ എന്തായാലും അർജുനനെയൊക്കെ കൊന്ന് പാണ്ഡവരെയൊക്കെ കൊന്ന് എല്ലാവരെയും നശിപ്പിച്ച് അങ്ങേക്ക് ഞാൻ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ പാണ്ഡവന്മാർക്കും കൂടെ അവകാശപ്പെട്ട രാജ്യം അങ്ങേക്ക് തന്നെ തരാന്ന്. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം അല്ലേ? ഇന്ദ്രൻ തന്നെ അമോഘമായിരിക്കുന്ന ഒരു വേല് കയ്യിലുണ്ട്. ഇന്ദ്രൻ ഒരു വേല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ദ്രൻ ആ കൊടുത്ത വേല്, അത് നിങ്ങൾക്കറിയാലോ. കർണന്, ഞാൻ മുമ്പേ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കർണന്റെ കവച കുണ്ടലങ്ങൾ അതുള്ള കാലം വരെ കർണനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോ ഇന്ദ്രൻ എന്ത് ചെയ്തു? നേരെ സൂര്യദേവനാണ് കൊടുത്തിരിക്കുന്നത് എന്ത്? ഈ കവച കുണ്ടലങ്ങള്. ഓക്കെ, വീണ്ടും 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 ഞാൻ ഈ പറഞ്ഞതേ ബാക്കോട്ട് പോവാണ്, ഓർമ്മ വെക്കണേ. അങ്ങനെ സൂര്യദേവൻ ആദിത്യൻ കൊടുത്തിരിക്കുന്ന ഈ കവച കുണ്ടലങ്ങൾ കർണന്റെ ശരീരത്തിൽ ഉള്ള കാലം വരെ കർണനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു കുരുക്ഷേത്ര യുദ്ധം വരുമ്പം കർണൻ കൗരവ പക്ഷത്തായതുകൊണ്ട് പാണ്ഡവന്മാർക്ക് വിജയം ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ കവച കുണ്ടലങ്ങൾ അഴിച്ചു മാറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിട്ട് കർണനോട് ഈ കവചകുണ്ടലങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ കർണന് തിരിച്ചറിയാൻ പറ്റി ഇതാരാണ്, ഇന്ദ്രനാണെന്ന്. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തു? ഇന്ദ്രന്റെ അടുത്ത് കർണൻ പറയാണ്, കവചകുണ്ടലങ്ങൾ ഞാൻ തരാം, പക്ഷെ എനിക്ക് മറ്റെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു അമോഘമായിരിക്കുന്ന വേല്, അത് ഭയങ്കരം ശക്തിയാണ് ആ വേലിന്. ഒട്ടും ആ വേലിന് എന്താ പറയാ, ഭയങ്കര ശക്തിയാണ്. അതിനൊരു ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ പറയുന്നുണ്ട് കർണന്റെ അടുത്ത്, ഈ വേല് ഞാൻ കർണന് തരുമ്പോൾ കർണൻ അത് എവിടെയെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു തവണ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ആ ഒരൊറ്റ തവണ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഒരൊറ്റ തവണ ഉപയോഗിച്ചിട്ട്, ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചു, അതെ ക്ഷമിക്കണം കേട്ടോ. ആ ഒരു വേല് ഒരു തവണ മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ വേല് കർണന്റെ കയ്യിൽ നിന്നും ആരുടെ അടുത്തേക്ക് പോവും? ഇന്ദ്രന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ കർണൻ പറയാണ്, എൻ്റെ കയ്യിൽ എന്താണ്? സുഭാഷ് പ്രഭു അമ്മു കല്യാണം കഴിച്ചതാ. അമ്മുവിന് കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ഞങ്ങളിവിടെ എല്ലാവരും മാരീഡാണ്. ഇനി അമ്മുവിനെ കാണിക്കുമെന്ന് ചോദിക്കണ്ട, എല്ലാവരും മാരീഡാണ് കേട്ടോ. നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിന്റെ മാട്രിമോണിയിൽ കൊടുത്തിട്ട് അങ്ങ് കല്യാണം കഴിച്ചിട്ട് നമുക്ക് വേറെ ആളെ അന്വേഷിക്കാം. ഞങ്ങളിവിടെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായി, ഇനി അവരെ കെട്ടിക്കാൻ പോവാം. അപ്പം ഇന്ദ്രൻ തന്നിരിക്കുന്ന ആ അമോഘമായിരിക്കുന്ന വേല് നമ്മുടെ കർണന്റെ കയ്യിലുള്ളത് വരെ ഉള്ള കാലം വരെ കർണന് ഭയങ്കര വിശ്വാസമാണ്. ഈ വേല് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആർക്കും കർണനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കരമായ വിശ്വാസമാണ്. ഓക്കെ, അതുകൊണ്ട് അർജുനന്റെ കഥ കഴിക്കുമെന്നാണ് കർണൻ പറയുന്നത്. ഓക്കെ, ഈ വേല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അർജുനന്റെ കഥ കഴിക്കുന്ന ഉറപ്പ് കൊടുക്കാണ്. ആർക്ക്? എനിക്ക് വയ്യ എൻ്റെ കൃഷ്ണ. ഈ അടുത്ത് എനിക്ക് ഇസ്കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖന്മാരുടെ കോള് വരും. ഈ ഭാഗവതവും മഹാഭാരതവും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്രയ്ക്ക് ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ട് എനിക്ക് വയ്യ നിങ്ങളെ കൊണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, അന്നേരം എന്താ പറയണത്? ഈ അമോഘമായ വേല് വെച്ചിട്ട് ഈ അടുത്ത് തന്നെ അർജുനനെ കൊല്ലും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ, ഒരു മിനിറ്റ്, കൃത്തിക கொஞ்சம் இங்கே வாங்க. லைட் ஆஃப் ஆகி ஒரு மினிட் இട്ടോ. அது மட்டும் கொஞ்சம் டச் பண்ணி விட, அந்த வயரு பேக் லைட்டு மெதுவா. ஃபைன், சூப்பர். அந்த വൈറ്റ് ചാർജർ കൂടെ എടുത്ത് കൊടുക്കണം, സാംസങ് ചാർജർ. അപ്പൊ ആ വേല് കയ്യിലുള്ളത് കൊണ്ട് കർണന് ഭയങ്കര വിശ്വാസമുണ്ട്. എന്താണ്? എങ്ങനെയെങ്കിലും അർജുനനെ കൊല്ലുമെന്ന് നല്ല വിശ്വാസമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അർജുനൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ പാണ്ഡവന്മാരൊന്നും തല പൊക്കില്ല. കർണന്റെ വിശ്വാസമാണ് കേട്ടോ. എല്ലാ പാണ്ഡവന്മാരും പാഞ്ചാലന്മാരും അനുജന്മാരും എല്ലാവരും കൂടെ ഒത്തുകൂടട്ടെ എന്നാ പറയുന്നത്. എല്ലാവരും വരട്ടെ, എല്ലാവരെയും കഥ കർണൻ കഴിക്കും. ദുര്യോധനന് കൊടുക്കുന്ന വാക്കാണ്. ഇതല്ലപ്പാ, ഇത്രയും കിട്ടിയിട്ടും உங்ககிட்ட நான் சாம்சங் சார்ஜர் தானே கேட்டேம்மா, ஏமா சீட்டாப் எடுத்து கொடுக்குறீங்க, பார்த்து எடுத்து கொடு, பாரு. இதேதான், எப்படி கனெக்ட் பண்றது? அடாப்டர் கொடுக்க வேண்டியதானே. ஹேய், அது கொடுக்கறதுக்கா? சாமி நாராயணா, எங்காச்சும் எடுத்துட்டு போங்க இந்த போன்.
അഡാപ്റ്റർ കൂട്. ഒരു മിനിറ്റ് കേട്ടോ, ക്ലാസ് എടുക്കാനിരുന്നാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ പറയാണ്, ഈ അമോഘമായ വേരുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അർജുനനെ കൊല്ലും. അർജുനനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആര് തല പൊക്കില്ല? നമ്മുടെ പഞ്ചപാണ്ഡവന്മാർ ആരും തന്നെ തല പൊക്കില്ല, ഉറപ്പാണെന്ന് പറയാണ്. അങ്ങനെ എല്ലാം നശിപ്പിച്ച്, എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഈ ഭൂമി അങ്ങേക്ക് എന്നേക്കുമായിട്ട് നൽകുന്ന ദുര്യോധനന് വാക്ക് കൊടുക്കാണ് നമ്മുടെ കർണൻ. അത് കേട്ടപ്പോ നമ്മുടെ കൃപർ ഒന്ന് ചിരിച്ചു. കൃപർ ചിരിച്ചിട്ട് പറയാണ്, എടോ കർണ, വെറും വാക്കുകൊണ്ട് എന്ത് കാര്യം? രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇങ്ങനെ മേനി പറഞ്ഞിട്ട് നീ രാജാവിനെ വെറുതെ വഞ്ചിക്കരുത്. ആരെ? ദുര്യോധനനെ. ഇങ്ങനെ മേനി പറഞ്ഞിട്ട് നീ രാജാവിനെ വഞ്ചിക്കരുത്. എല്ലാം പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്ക്. അത് നല്ലൊരു കാര്യമാണല്ലേ കൃപർ പറഞ്ഞത്. എത്രയോ പ്രാവശ്യം നീ പഞ്ചപാണ്ഡവന്മാരോട് ഏറ്റുമുട്ടിയതും അതിലെല്ലാം അവർ നിന്നെ തോൽപ്പിച്ചോടിച്ചതും എല്ലാം നാം കണ്ടതല്ലേ. നിന്റെ ഈ വീമ്പു പറച്ചിലെല്ലാം അർജുനനെ കാണുന്നത് വരെ മാത്രമേ ഉള്ളൂ. കൃഷ്ണനോട് കൂടിയ പാർത്ഥനെ പരാജയപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുമോ കർണ? നല്ലൊരു ചോദ്യമാണത്. കാരണം കൃഷ്ണനോട് കൂടെയാണ് ആരിയ്ക്കുന്നത്? അർജുനൻ ഇരിക്കുന്നത്. ആ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനോട് കൂടെ ആരിയ്ക്കുന്നോ അവർക്ക് വിജയമുറപ്പാണ്. അപ്പൊ പറയാണ്, ആ കൃഷ്ണനോട് കൂടിയ അർജുനനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പേടിയാവില്ലേ? നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ നീ എന്തിനാണ് രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ വലിയ മേനി പറയുന്നത്? അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. ദുര്യോധനനാണെങ്കിൽ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുകയാണ്. കർണന്റെ വീമ്പ് പറച്ചിലെല്ലാം കേട്ട് ദുര്യോധനൻ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. നിന്റെ ശൂരതയും പരാക്രമവും ഇതെല്ലാം നിന്റെ മനസ്സിലെ വെറും നടക്കാത്ത സ്വപ്നങ്ങൾ മാത്രമാണ് കർണ. അർജുന രഥത്തിന് മുമ്പിൽ ഇതൊന്നും കാണാറില്ലല്ലോ. ആര് ചോദിക്കുന്നു? കൃപർ ചോദിക്കുകയാണ്. അർജുനന്റെ രഥം വരുമ്പോഴേക്ക് തന്നെ നീ എവിടെയെങ്കിലും ഓടി ഒളിക്കും അല്ലെ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വീമ്പ് പറയുന്നത്? പാർത്ഥന്റെ ബാണമേൽക്കുമ്പോൾ നീ പിന്തിരിഞ്ഞോടുന്നു കർണ, കഷ്ടം. കൃപര് പറയാണ്, പാർത്ഥനൊരു ബാണം ഇങ്ങെടുക്കുമ്പോഴേക്ക് തന്നെ കർണൻ പൊടി പോലും കാണില്ല. അതാണ് അതിന്റെ സത്യം. കർണൻ എങ്ങനെങ്കിലും ഓടി ഒളിക്കും. അത്രയ്ക്ക് കർണൻ അർജുനനോട് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ വയ്യ. കൃപർ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോ കർണന് ഭയങ്കര ദേഷ്യം മാത്രമല്ല, കർണൻ അങ്ങ് ഗർജിച്ചു എന്ന് വേണം പറയാൻ. ഗർജിച്ചുകൊണ്ട് പറയാണ്, ഞാൻ പരിശ്രമശീലനാണ്. ഞാൻ ചെയ്യാനുള്ളതെല്ലാം തീർച്ചപ്പെടുത്തി പറയുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് കർണൻ പറയാണ്, ഞാൻ പരിശ്രമിക്കും. ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ചെയ്യും, ഞാൻ ഉറപ്പിക്കും, ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഞാൻ പാർത്ഥരെയെല്ലാം വധിച്ച് ദുര്യോധനന് രാജ്യം വീണ്ടു കൊടുക്കും. കർണൻ പറയാണ്, അതിൽ നിനക്ക് വല്ല ഛേദമുണ്ടോ? എടോ ഗൗതമ, തേരിലേറി വരുന്ന കൃഷ്ണാർജുനന്മാരെ ജയിക്കുവാൻ ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കർണൻ വെറുതെ പറയുന്നതല്ല എന്ന് നിനക്ക് ഉടനെ കാണാം. മറ്റുള്ളവരുടെ ശക്തിയും ഫലവും അറിയാൻ സാധിക്കാത്ത നീ വെറും വല്ലതും പുലമ്പി രാജാവിന്റെ മനസ്സിന് വിഷമമുണ്ടാക്കി വെക്കരുത്. അപ്പോ കർണൻ ഉറപ്പിച്ചു പറയാണ്, നിനക്ക് കർണനെ കുറിച്ച് എന്തറിയാം? ഞാൻ പറഞ്ഞു തന്നെ ചെയ്യും. എടാ, നിനക്ക് എൻ്റെ ശക്തി എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നീ എനിക്ക് വിലയിടും? കൃഷ്ണനും അർജുനനും വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അവരെ ഞാൻ തീർത്ത് കളയുന്നു. കർണന്റെ വാക്കുകളാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പം കൃപർ പറയാണ്, നിനക്ക് നിന്റെ മനോരഥ പ്രലഭനങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഞാൻ നിന്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളൊന്നും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ പരാക്രമം പലപ്പോഴും ഞാൻ കണ്ടതാണ്. കൃഷ്ണാർജുനന്മാർ സഹായിക്കുന്ന രാജാവിന് ജയമുണ്ടാകുന്നുള്ളത് തീർച്ചയാണ്. കൃഷ്ണനും അർജുനനും സഹായിക്കുന്ന രാജാവിന്, അതായത് കൃഷ്ണനും അർജുനനും എതിരായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ജയം ഉണ്ടാവില്ല. കൃഷ്ണനെയും അർജുനനെയും സഹായിക്കുന്ന ഒരു രാജാവിന് ജയമുണ്ടാവും. അത് ഞാൻ ഉറപ്പിക്കുന്നു. നീ നോക്കി നിൽക്കുമ്പോഴല്ലേ അവർ ഈ കൗരവ സൈന്യത്തെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തിയത്? എന്തിനു പറയണം, ജയദ്രഥനെ അവരെങ്ങനെ കൊന്നു? ഇത്രയും മഹാരഥന്മാരായിരിക്കുന്ന രാജാക്കന്മാരെല്ലാം ജയദ്രഥന് ചുറ്റും കൂടി നിന്നപ്പോ ജയദ്രഥനെ ആരാ വധിച്ചത്? കൃഷ്ണനും അർജുനനും അല്ലേ? എന്നിട്ടാണോ നീ ഈ വീമ്പ് പറയുന്നത്? കൃഷ്ണനോട് എതിരെ നിൽക്കുന്നതൊക്കെ, എതിരിടുന്നവർക്കൊക്കെ എവിടെയാണ്? കൃഷ്ണനോട് ആരെതിരിട്ടാലും ശരി, അവർക്ക് എവിടെ നിലനിൽക്കാൻ? അവരൊന്നും നിലനിൽക്കില്ല. എങ്ങനെയാണ് ജയം സിദ്ധിക്കുക? നീ ആലോചിച്ചിട്ട് പറയൂ കർണ. നീ എന്താ സംസാരിക്കുന്നത്? കൃഷ്ണനെ ആർക്കാണ് ജയിക്കാൻ സാധിക്കുക? അതുകൊണ്ട്
പ്രലപനങ്ങളെല്ലാം നിർത്തിയിട്ട് നീ പറ്റുമെങ്കിൽ യുദ്ധം ചെയ്, എന്നിട്ട് നീ ജയിക്കാൻ നോക്ക്. സാധിക്കുമെങ്കിൽ പാണ്ഡവരെ ജയിക്കാൻ ശ്രമിക്കുന്നേ, എന്നിട്ട് നീ കൃഷ്ണന്റെ നേരെ തിരിയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കർണന് ഒട്ടും സഹിക്കുന്നില്ല. കർണൻ ആകെപ്പാടെ അങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയാണ് കർണന്റെ ശക്തി ഒന്ന് തെളിയിക്കാൻ പറ്റുകയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. കൃപന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോഴേക്കും കർണൻ അങ്ങോട്ട് തെറിച്ചു. യൂഷ്വലി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ അല്ലെ, ഭയങ്കര ദേഷ്യം കർണന്. കർണൻ പൊട്ടിത്തെറിച്ചിട്ട് പറയാണ്, ഹേ ബ്രാഹ്മണ, നീ പറയുന്നതെല്ലാം ശരിയായിരിക്കാം, നീയും പാണ്ഡവ പക്ഷപാതിയാണ്. എന്നാൽ ഇന്ദ്രൻ തന്നിട്ടുള്ള വേൽ എന്റെ കൈവശമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃഷ്ണാർജുനന്മാർക്ക് സാധിക്കുകയില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവന്മാരെവിടെയാണ്? കാര്യമറിയാതെ താൻ വല്ലതും പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇനി എന്നെ നിന്ദിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അരിഞ്ഞു കളയും. കൗരവന്മാരുടെ കൂടെ നിന്ന് പാണ്ഡവ പടയെ പുകഴ്ത്തുന്ന നീ ദുഷ്ടനും കൃതജ്ഞനുമാണ്. കൗരവന്മാരിൽ മരിക്കുന്നവരെ മാത്രമേ നീ കാണുന്നുള്ളൂ. പാണ്ഡവ പടയിൽ എത്ര മഹാരഥന്മാർ മരിച്ചു, അതൊന്നും നീ കാണുന്നില്ല. ബലിഷ്ഠന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോട് പൊരുതുവാൻ തന്നെയാണ് ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ജയത്തിന് നിന്റെ അനുഗ്രഹമൊന്നും വേണ്ട കൃപരെ. ആര് പറയുന്നു? കർണൻ പറയാണ്. കർണൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ കാണുന്നത് കൗരവപ്പടയിൽ മരിച്ചു വീഴുന്നവരെ മാത്രമാണ്. പാണ്ഡവ പക്ഷത്ത് എത്ര പേര് മരിക്കുന്നു എന്ന് നീ കാണുന്നുണ്ടോ? ഇപ്പോഴും കൗരവന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പാണ്ഡവന്മാരെയാണ് നീ പുകഴ്ത്തുന്നത്. നീ പാണ്ഡവ പക്ഷപാതിയാണ്. മനസ്സിലായില്ലേ? എനിക്ക് ജയിക്കാൻ നിന്റെ അനുഗ്രഹമൊന്നും വേണ്ട. തൻ്റെ അമ്മാവനെ കർണൻ ശകാരിക്കുന്നത് കേട്ടപ്പോഴേക്കും അശ്വത്ഥാമാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അശ്വത്ഥാമാവ് എന്ത് ചെയ്തു എന്നറിയോ? വാളങ്ങോട്ട് ഊരിയിട്ട് നേരെ കർണന്റെ നേരെ ചെന്നു. കർണനെ വധിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടുകൂടി ചെല്ലുന്ന കൃപരെ അശ്വത്ഥാമാവിനെയും ദുര്യോധനൻ സമാധാനിപ്പിച്ചു. ഇവർക്കിടയിലേക്ക് ദുര്യോധനൻ ചാടി അങ്ങ് വീണു. ചാടി വീണിട്ട്, അല്ലയോ ദ്രോണപുത്ര, ശാന്തനായിരിക്കൂ. നിങ്ങൾക്കെല്ലാം വലിയ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാനുള്ളത്. ഇപ്പോൾ അന്യോന്യം കലഹിക്കുന്നത് ശരിയല്ല. കർണന്റെ പേരിലുള്ള ക്രോധമൊക്കെ നിങ്ങളങ്ങ് ഉപേക്ഷിക്കൂ. അപ്പൊ ദുര്യോധനന്റെ വാക്ക് കേട്ടപ്പോഴേക്കും അശ്വത്ഥാമാവും കൃപരും കർണരും എല്ലാവരും ഒന്ന് ശാന്തരായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ വഴക്കിടുകയാണ്, ഭയങ്കര വഴക്ക് ഇവർ തമ്മിൽ. അപ്പൊ ദുര്യോധനന് എങ്ങനെയെങ്കിലും പാണ്ഡവന്മാരെ ജയിക്കണം. അപ്പൊ ദുര്യോധനൻ ഇടയ്ക്ക് ചാടി വീണിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? മോശമാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മളാകെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലേ? അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ? ഇത് കേട്ടപ്പോഴേക്കും, ദുര്യോധനൻ പറയുന്നത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഒന്ന് ശാന്തരായി. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, നമ്മൾക്ക് യുദ്ധം ചെയ്യണം, നമ്മുടെ ലക്ഷ്യം അതാണ്. പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, നമ്മുടെ രാജ്യം നമ്മൾ കയ്യിലാക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഒരേ മനസ്സോടെ നിൽക്കല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ നിങ്ങൾ ചാടിക്കേറി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ പരസ്പരം നിങ്ങൾ തല്ലുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കൗരവ സഭയ്ക്കൊരു അടിസ്ഥാനം? കറക്റ്റായ ചോദ്യമാണ് ദുര്യോധനന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഒന്ന് ശാന്തരായിട്ട് അവരെന്ത് ചെയ്തു? നേരെ യുദ്ധഭൂമിയിലേക്ക് പോയി. അപ്പോഴേക്കും പാണ്ഡവ പട അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കർണൻ ചെന്നിട്ട് അവരെ അങ്ങ് തടുത്തു. പാണ്ഡവ പട വിട്ടുകൊടുക്കുന്നില്ല. ഭയങ്കര ശക്തിയോടുകൂടി പാണ്ഡവ പട ഇങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൗരവ പക്ഷത്തേക്ക്. നേരെ കർണൻ ചെന്നിട്ട് അവരെ അങ്ങ് തടഞ്ഞു നിർത്തി. എന്നിട്ടോ സർവശക്തിയും ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യുന്ന കർണന്റെ ശരവർഷം ഭയങ്കരമായിട്ട് പാണ്ഡവ പടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. നല്ല ശക്തിയോടുകൂടിയാണ് കൗരവന്മാരുടെ ഭാഗത്ത് നിന്ന് എന്താ പറയുന്നത്, ശരങ്ങള് പാണ്ഡവ പക്ഷത്തേക്ക് ആരിടുന്നത്? നമ്മുടെ കർണൻ ഇടുന്നത്. അത് കണ്ടപ്പം പാണ്ഡവ പട ശരിക്കും ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇത് കണ്ടിട്ട്. എന്താണ്, ശരങ്ങളുടെ ഭയങ്കരമായിരിക്കുന്ന സ്പീഡ് കണ്ടിട്ട് പാണ്ഡവ പട എങ്ങോട്ട് തിരിഞ്ഞാലും കർണന്റെ ശരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാണ്ഡവ പട നന്നായി വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും നേരെ ദുര്യോധനന് ഭയങ്കര സന്തോഷം. കർണൻ പറഞ്ഞതൊക്കെ ഇനി ചെയ്യും, ഉറപ്പായിട്ടും കർണൻ ചെയ്യും. പക്ഷേ കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അർജുനൻ അപ്പോഴേക്കും അവിടെ എത്തി. എന്തായാലും ഇനി അർജുനന്റെ അടുത്ത ലക്ഷ്യം കർണനാണ്. കർണനെ കൊല്ലാൻ വേണ്ടി അവിടെ എത്തി. ഉടനെ തന്നെ നമ്മുടെ ദുര്യോധനൻ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിനോട് പറഞ്ഞു, ഇതാ പാർത്ഥൻ കർണന്റെ നേരെ വരുന്നുണ്ട്, എല്ലാവരും കൂടി കർണനെ സഹായിക്കുവാൻ ചെല്ലുവിൻ. കാരണം കർണനെ കൊല്ലണം എന്നുള്ള മൈൻഡിലാണ് ആര് നടക്കുന്നത്? നമ്മുടെ അർജുനൻ നടക്കുന്നത്.
അപ്പം പാണ്ഡവപ്പടയുടെ നേരെ കർണൻ ഒരുപാട് ശരങ്ങൾ വിട്ടപ്പോഴേക്കും പാണ്ഡവപ്പട വിഷമിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ ഭയങ്കര ഹാപ്പി. നേരെ അശ്വത്ഥമാവ് പറഞ്ഞു, ദേ അർജുനൻ വരുന്നു. ആരെ കൊല്ലാൻ? നമ്മുടെ കർണനെ കൊല്ലാൻ. അപ്പൊ എല്ലാവരും കർണനെ സഹായിക്കാൻ ചെല്ലൂ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കണ്ടു നിൽക്കേ അർജുനൻ സൂതപുത്രനെ കൊല്ലാതിരിക്കത്തക്കവണ്ണം എല്ലാവരും പ്രവർത്തിക്കൂ. ആരും കർണനെ കൊല്ലാൻ, അർജുനൻ കർണനെ കൊല്ലാൻ അവസരം ഒരുക്കരുത്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് അശ്വത്ഥാമാവ് വിളിച്ചു പറഞ്ഞു. അർജുനനും കർണനും തമ്മിൽ ഭയങ്കരം ഒരു യുദ്ധം. അത് മഹാഭാരതത്തിലെ ഏറ്റവും നല്ലൊരു രംഗമാണ് കേട്ടോ. അർജുനനും കർണനും തമ്മിലുള്ള ആ യുദ്ധം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധം തന്നെയാണ്. കർണൻ അങ്ങോട്ട് ശരവർഷം കൊണ്ട് പാർത്ഥനെ മൂടിക്കളഞ്ഞു. ഇഷ്ടം പോലെ ശരങ്ങൾ അർജുനന്റെ നേരെ കർണൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർത്ഥൻ ശരിക്കും പറഞ്ഞാൽ ഫുൾ പാർത്ഥനെ അങ്ങ് മൂടിക്കളഞ്ഞു കർണന്റെ ശരവർഷം കൊണ്ട്. പക്ഷേ കൃഷ്ണൻ എന്ത് ചെയ്ത്, സാരഥിയായിരിക്കുന്ന അർജുനൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ അസ്ത്രങ്ങളെല്ലാം തടുത്തു. കാരണം കൃഷ്ണനാണ് അർജുനന്റെ സാരഥി അല്ലെ. അർജുനൻ ചിരിച്ചുകൊണ്ടാണ് കർണൻ അയച്ചിരിക്കുന്ന എല്ലാ ശരങ്ങളെയും തടുക്കുന്നത്. അവസാനം കർണന്റെ വില്ല് മുറിച്ച് കുതിരകളെയും സാരഥിയെയും എല്ലാം അർജുനൻ കൊന്നു. അർജുനന്റെ കർണന്റെ വില്ലും മുറിച്ച് സാരഥിയെയും കൊന്ന് കുതിരകളെയും കൊന്ന് എല്ലാം അർജുനൻ കൊന്നു കളഞ്ഞു. തേര് പോയിട്ട് അവശനായിപ്പോയി കർണൻ. തേരൊക്കെ പോയപ്പോ കർണൻ ഭയങ്കരം അവശനായിപ്പോയി. ആ കർണൻ എന്ത് ചെയ്തു, കർണന്റെ തേര് പോയപ്പം, തേരില്ലാതെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, കർണൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് തേര് പോയിട്ട് കർണൻ എന്ത് ചെയ്തു, നേരെ കർണന്റെ തേരിൽ നിന്ന് ആരുടെ തേരിലേക്ക് ചാടി? കൃപന്റെ തേരിലേക്ക് ചാടി. ആര്? കർണൻ. കർണൻ തോൽക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും കൗരവ പട മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി ഓടാൻ തുടങ്ങി. ഉടനെ തന്നെ ദുര്യോധനൻ വന്നിട്ട് സൈന്യങ്ങൾക്കൊക്കെ ഒരുപാട് ധൈര്യം കൊടുത്തു. യുദ്ധക്കളത്തിലെത്തിയിട്ട് എല്ലാ സൈന്യങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും ആവരുത്, സമാധാനമായിട്ടിരിക്കൂ, ഇവിടെ കർണൻ തോറ്റൊന്നും പോവില്ല, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുര്യോധനൻ ചാടി വീണ് അവിടെ ഉണ്ടായിരിക്കുന്ന ആ എല്ലാ കൗരവ വംശത്തിലെ സൈന്യങ്ങൾക്കും ഒരു ധൈര്യം കൊടുത്തു. ഉടനെ തന്നെ കൃപര് വന്നിട്ട് അശ്വത്ഥാമാവിനെ വിളിച്ചു പറഞ്ഞു, ഇതാ രാജാവ് തന്നെ പാർത്ഥനോട് എതിർക്കാൻ പോകുന്നു. ആരാണ്? നമ്മുടെ ദുര്യോധനൻ തന്നെ അർജുനനോട് എതിർക്കാൻ പോവാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും നോക്കി നിൽക്കെ അർജുനന്റെ കൈകൊണ്ട് ദുര്യോധനൻ മരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ യുദ്ധത്തിനിറങ്ങിയാൽ പാർത്ഥന്റെ ശരങ്ങൾ രാജാവിന്റെ ജീവൻ അപഹരിക്കും. കാരണം എല്ലാവർക്കും അറിയാം അർജുനൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നുള്ളത്. കാരണം അർജുനന്റെ സാരഥിയായിരിക്കുന്നത് സാക്ഷാൽ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന പാർത്ഥസാരഥിയായിരിക്കുന്ന ഗോവിന്ദൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ദുര്യോധനൻ അർജുനനോട് എതിർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുനൻ ദുര്യോധനനെ കൊല്ലും. അപ്പൊ കൃപര അശ്വത്ഥാമാവിനോട് പറയാണ്, നമ്മളെല്ലാവരും നോക്കി നിൽക്കെ അർജുനൻ നമ്മുടെ മഹാരാജാവായിരിക്കുന്ന ദുര്യോധനെ വധിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് വേഗം പോയിട്ട് രാജാവിനെ പിന്തിരിപ്പിക്കൂ, രാജാവ് പോയിട്ട് യുദ്ധം ചെയ്യരുത് അർജുനനോട്, അല്ലെങ്കിൽ അർജുനന്റെ അസ്ത്രം കൊണ്ട് രാജാവ് ചാമ്പലായി പോവും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അശ്വത്ഥാമാവ് ഉടനെ പോയിട്ട് ദുര്യോധനന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു. ദുര്യോധനനെ തടഞ്ഞിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങിപ്പോ യുദ്ധത്തിനിറങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ പാർത്ഥനെ തടഞ്ഞു നിർത്താന്ന്. ആരാ പറയുന്നത്? അശ്വത്ഥാമാവ്. അങ്ങിപ്പോ യുദ്ധത്തിന് പോവല്ലേ, ഞാൻ തടഞ്ഞു നിർത്തിക്കോളാം. ആരെ? അർജുനനെ. ഞങ്ങൾ യുദ്ധസന്നദ്ധരായി നിൽക്കുമ്പോ അങ്ങ് എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? ഞങ്ങളല്ലേ ഇവിടെ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്നത്. ദുര്യോധനൻ അപ്പോ ഭയങ്കരം ശാന്തമായി. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഭവാൻ ശത്രു സംഹാരത്തിന് ശക്തനാണെന്ന് എനിക്കറിയാം. ആചാര്യനെന്നും പാണ്ഡവന്മാരെ മക്കളെ പോലെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളിൽ ഉപേക്ഷ വിചാരിക്കേണ്ട കാര്യമില്ല. ഭവാൻ ഇന്ന് എന്റെ ശത്രുക്കളെ എല്ലാം ഒടുക്കുക. കണ്ടില്ലേ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ ആക്രമിക്കുന്നത്? അവരെ നിലയ്ക്ക് നിർത്തുവാൻ ഭവാൻ ഉടനെ ചെല്ലൂ. ഈ ശത്രുക്കളെ നശിപ്പിക്കുവാൻ ഭവാൻ ശക്തനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. കാരണം അശ്വത്ഥാമാവിൽ ഒരു വിശ്വാസമുണ്ട്. ആർക്ക്? നമ്മുടെ ദുര്യോധനന്. അപ്പൊ പറയാണ്,
അങ്ങ് എന്താ പറയുക, അങ്ങൊരു നല്ല ഒരു ആചാര്യനാണ്. എനിക്കറിയാം അങ്ങ് എല്ലാവരെയും, ശത്രുക്കളെ എല്ലാവരെയും നശിപ്പിക്കുന്നു. എനിക്കതിൽ വിശ്വാസമുണ്ട്. അങ്ങൊരു കാര്യം ചെയ്യൂ, വേഗം പോയിട്ട് ശത്രുക്കളായിരിക്കുന്ന പാണ്ഡവന്മാരെയൊക്കെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഇപ്രകാരം ദുര്യോധനൻ നന്നായി പ്രേരിപ്പിച്ചപ്പോൾ അശ്വത്ഥാമാവ് ശത്രുക്കളായിരിക്കുന്ന പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അച്ഛനും ഞാനും പാണ്ഡവന്മാരെ സ്നേഹിക്കുന്നു, അവർ ഞങ്ങളെയും സ്നേഹിക്കുന്നു. പക്ഷെ അത് യുദ്ധത്തെ ബാധിക്കുകയില്ല. ഞാനിതാ സർവശക്തിയും ഉപയോഗിച്ച് പാണ്ഡവ പടയെ നശിപ്പിക്കുവാൻ പോവുകയാണ്. എൻ്റെ അമ്പേറ്റ് പുലിയുടെ മുമ്പിൽപ്പെട്ട പശുക്കളെ പോലെ അവരെല്ലാം ഓടിപ്പോകുന്നത് ഇപ്പോൾ അങ്ങേക്ക് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശസ്ത്രപാണിയായിരിക്കുന്ന അശ്വത്ഥാമാവ് വീരവാദം മുഴക്കിക്കൊണ്ട് പാണ്ഡവന്മാരുടെ സൈന്യത്തിലേക്ക് കയറി. നേരെ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരുടെ ഇടയിലേക്ക് കയറി. ദൃഷ്ടദ്യുമ്നനോടാണ് ആദ്യം തന്നെ അശ്വത്ഥാമാവ് ഏറ്റുമുട്ടിയത്. ഭയങ്കരമായ യുദ്ധത്തിന് ശേഷം ദ്രൗണി എന്ത് ചെയ്ത്, ദൃഷ്ടദ്യുമ്നന്റെ കുതിരകളെയും സൂതനെയൊക്കെ ദ്രൗണി അങ്ങ് കൊന്നു. പാഞ്ചാലന് ആ പരാജയം വന്നപ്പോൾ പാണ്ഡവ പട ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. എങ്കിലും ദൃഷ്ടദ്യുമ്നൻ ഒരു കാര്യം പറഞ്ഞു, എടോ ബ്രാഹ്മണ, നിന്നെ ഞാൻ ഇപ്പൊ വധിക്കില്ല. ഞാൻ എന്തിനാണ് ജനിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയാമല്ലോ. നാളെ ഞാൻ നിന്റെ അച്ഛനെ വധിക്കുന്നുണ്ട്, അതിനുശേഷമേ ഞാൻ നിന്നെ വധിക്കുകയുള്ളൂ. എങ്കിലും നിനക്ക് എൻ്റെ പരാക്രമം ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി അശ്വത്ഥാമാവിനോട്. അതായത് അശ്വത്ഥാമാവിന്റെ അച്ഛനെ വധിച്ചിട്ടേ അശ്വത്ഥാമാവിനെ വധിക്കൂ എന്നാണ് ദൃഷ്ടദ്യുമ്നൻ പറയുന്നത്. പക്ഷെ ദ്രൗണി എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹത്തിന്റെ തേരുകളും കുതിരകളെയും ഒക്കെ നശിപ്പിച്ചു. അങ്ങനെ അശ്വത്ഥാമാവ് ഭയങ്കരമായിട്ട് അങ്ങ് അട്ടഹസിച്ചു. ദൃഷ്ടദ്യുമ്നൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഭയങ്കരമായിട്ട് അങ്ങ് അട്ടഹസിച്ച് ആർത്ത് ചിരിച്ചു. പാണ്ഡവ പടയ്ക്ക് സത്യം പറഞ്ഞ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ദിവസമായിരുന്നു. ഭയങ്കര മോശമായിരുന്നു. കാരണം വിഷമം വന്നു പാണ്ഡവ പടയ്ക്ക്. എന്നാലും രാത്രിയായിട്ടും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്തു? യുധിഷ്ഠിരനും ഭീമസേനനും കൂടി അശ്വത്ഥാമാവിനോട് അങ്ങ് നേരിടാൻ തുടങ്ങി. ഇരുട്ട് കണക്കാക്കാതെയുള്ള ആ ഘോരമായ യുദ്ധത്തില് കൗരവ സഭയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. പൊതുവേ യുദ്ധത്തിന്റെ നിയമം അനുസരിച്ച് ആയുധം തറയിൽ വെച്ച് പോകുന്നവനും യുദ്ധക്കളം വിട്ട് ഓടുന്നവനും അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് യുദ്ധത്തിന്റെ നിയമം. പക്ഷെ അന്ന് രാത്രിയായിട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? കാരണം അത്രയും ഇത് വരുന്നു, വൈരാഗ്യം വരുന്നു ഇവർക്ക് രണ്ടുപേർക്കിടയിൽ. അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും കൗരവ പടയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. ഭീമസേനൻ എന്ത് ചെയ്തു? ഇടതു ഭാഗത്തും അർജുനൻ വലതു ഭാഗത്തും നിന്നുകൊണ്ടാണ് ദ്രോണരോട് യുദ്ധം ചെയ്യുന്നത്. അശ്വത്ഥാമാവും ദ്രോണരുടെ സമീപത്തെത്തി. ദ്രോണരുടെ അടുത്തേക്ക് ആര് വന്നു? അശ്വത്ഥാമാവും വന്നു. ദ്രോണനും ദ്രൗണിയും കൂടി തടഞ്ഞിട്ടും പാണ്ഡവന്മാരുടെ ശരവർഷം ഒരു രക്ഷയില്ല. ദ്രോണരും ദ്രൗണിയും കൂടി നിന്നിട്ട് പോലും പാണ്ഡവന്മാരുടെ ശരവർഷം തടയാൻ അവർക്ക് പറ്റുന്നില്ല. വീണ്ടും കൗരവ സൈന്യം ചിന്നിച്ചിതറി ഓടാൻ തുടങ്ങി. ആ അവസരത്തിൽ നടന്ന ഭയങ്കരമായ യുദ്ധത്തില് സാത്യകി എന്ത് ചെയ്തു? വലിയ ധനുർധരനായിരിക്കുന്ന സോമദത്തനെ കൊന്നു വീഴ്ത്തി. സാത്യകി സോമദത്തനെ കൊന്നു കളഞ്ഞു. ധർമ്മപുത്രൻ അതായത് യുധിഷ്ഠിരൻ ദ്രോണരോട് യുദ്ധത്തിന് ചെന്നപ്പോ നമ്മുടെ കൃഷ്ണൻ, ധർമ്മപുത്രൻ യുദ്ധത്തിന് ചെന്നു. ആരോട്? ദ്രോണരോട്. അന്നേരം നമ്മുടെ കൃഷ്ണൻ ഇടയ്ക്ക് അങ്ങ് ചാടി വീണു. ചാടി വീണിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ആചാര്യനോട് ഇപ്പൊ യുദ്ധം ചെയ്യണ്ട. ദ്രോണരെ കൊല്ലുവാൻ ഒരാൾ ജനിച്ചിട്ടുണ്ട്. ധർമ്മപുത്രരോട് പറഞ്ഞു കൃഷ്ണൻ, അങ്ങ് ഇപ്പൊ യുദ്ധം ചെയ്യണ്ട. ദ്രോണരെ കൊല്ലാൻ ഒരാൾ ജനിച്ചിട്ടുണ്ട്. ആ കാര്യം അയാൾ നോക്കിക്കോളും, അങ്ങ് നോക്കണ്ട. അങ്ങിപ്പോൾ ദുര്യോധനൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ. ഇവിടെ അങ്ങ് അദ്ദേഹത്തെ കൊല്ലണ്ടെന്ന് പറഞ്ഞു. അവിടെ ഭീമൻ വലിയൊരു പോരാട്ടത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഭീമനെ സഹായിക്കാൻ ചെല്ലൂ. കൃഷ്ണന്റെ വാക്ക് കേട്ടപ്പോഴേക്കും നമ്മുടെ ധർമ്മപുത്രർ എന്ത് ചെയ്തു? ദ്രോണരെ വിട്ടിട്ട് ഭീമന്റെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നു. പിന്നെ രാത്രി ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. കാലാൾപ്പട പന്തം കൊളുത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെളിച്ചമുണ്ടാക്കുന്നത്. കാലാൾ പടകളൊക്കെ പന്തം കൊളുത്തി, എന്നിട്ട് ആ പന്തം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പം ആ കുരുക്ഷേത്ര ഭൂമിയിൽ നല്ല വെളിച്ചം വന്നു.
അന്ന് രാത്രി നടന്ന വലിയ യുദ്ധത്തിൽ എല്ലാവരും നല്ല ഉത്സാഹത്തോടെയാണ് പങ്കെടുക്കുന്നത്. പലരും യുദ്ധത്തിൽ ശത്രുക്കളുടെ ആ ഒരു എന്താ പറയുക ശരങ്ങളുടെ സ്പീഡ് താങ്ങാൻ പറ്റാതെ എന്താ പറയുക പിന്തിരിഞ്ഞു പോയി. കുറേ പേര് ആവേശത്തോടെ വന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ശരവേഗം തടയാൻ പറ്റാണ്ട് പലരും ഓടിപ്പോയി, പലരും അവിടെ തന്നെ നിന്നു. ദുര്യോധനനും ധർമ്മപുത്രരും അശ്വത്ഥാമാവും ദൃഷ്ടദുമ്നനും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് പരാജയം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹദേവനും നകുലനും എല്ലാവർക്കും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. അങ്ങനത്തെ യുദ്ധം, കാരണം കുറേ സമയം യുദ്ധം ചെയ്യുമ്പോൾ അവർ ക്ഷീണിക്കും. എന്നാലും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നകുലനും സഹദേവനും ഒക്കെ തളർന്നു, എന്നാലും യുദ്ധം തുടരുകയാണ്, വിട്ടുകൊടുക്കില്ല. എങ്ങനെയെങ്കിലും പരസ്പരം ഭയങ്കര യുദ്ധം, വിട്ടുകൊടുക്കാൻ രണ്ടു കൂട്ടരും തയ്യാറല്ല. 14ാമത്തെ ദിവസം വന്നപ്പോഴേക്കും രാത്രി ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരഥന്മാർ തമ്മിൽ ഏറ്റുമുട്ടും, പിന്നെ അവർ പിന്മാറും, വീണ്ടും അവർ എഴുന്നേറ്റ് വന്ന് യുദ്ധം ചെയ്യും, വീണ്ടും അവർ പിന്മാറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയോടെ യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ അന്ധകാരത്തിൽ പലപ്പോഴും സ്വന്തം സൈന്യത്തിലുള്ളവര്, അതായത് ഭയങ്കര ഇരുട്ടല്ലേ, ആ ഇരുട്ടില് കൗരവ വംശത്തിലുള്ളവര് തന്നെ അവരുടെ ആൾക്കാരെ തന്നെ കൊല്ലാൻ തുടങ്ങി. കണ്ണ് കാണുന്നില്ല ഇവർക്ക്, യുദ്ധം ചെയ്തിട്ട് ഭയങ്കര ക്ഷീണമായി പോവാണ്. അവരുടെ ഭാഗത്തുള്ളവരെ തന്നെ കൊല്ലാൻ തുടങ്ങി. പാണ്ഡവരുടെ ഭാഗത്തും ഇതുപോലെ തന്നെ. കാരണം ഒന്ന് തളർച്ച, രണ്ട് ഇരുട്ട്, രണ്ട് അവർക്ക് മനസ്സുകൊണ്ട് അവർ വെറുക്കുകയും എന്താ പറയാ എല്ലാം കൊണ്ടും തളർന്നിരിക്കുകയാണ്. എന്നാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മപുത്രരും ഭീമസേനനും ദ്രോണരുമായിട്ട് പല പ്രാവശ്യം എതിർക്കുകയാണ്. പക്ഷെ ദ്രോണരെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല, ധർമ്മപുത്രർക്ക് പറ്റുന്നില്ല, ഭീമസേനനും പറ്റുന്നില്ല. ദുര്യോധനന്റെ ആവലാദികളാണെങ്കിൽ ഭയങ്കര ആവലാദികൾ ദുര്യോധനന്. ദ്രോണരും കർണരും കൂടെ അങ്ങോട്ട് നിന്ന് പൊരുതാണ്. സോമകന്മാരും പാഞ്ചാലന്മാരും ഒക്കെ നല്ല ശക്തിയോടുകൂടിയാണ് പോരാടുന്നത്. കർണൻ അർജുനന്റെ തേര് പിടിച്ച്, കർണൻ എന്താ ചെയ്യുന്നത്, അർജുനന്റെ തേര് പിടിച്ച് വലിച്ച് അത് അവിടെ ഇടുന്ന്, അതെടുത്ത് മറിച്ചിടുന്ന്, വീണ്ടും അർജുനൻ അങ്ങോട്ടടിക്കുന്നു, കർണൻ ഇങ്ങോട്ടടിക്കുന്നു. ഭയങ്കര യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താ ചെയ്യണേന്ന്. അങ്ങനത്തെ യുദ്ധം. സാരില്ല ക്ഷമ. പാഞ്ചാലന്മാര് കർണനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും പറ്റുന്നില്ല. പക്ഷെ കർണന്റെ ശരങ്ങള് ഈ പാണ്ഡവപ്പടയിലുള്ള ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊന്നു വീഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അർജുനൻ ഇത് കണ്ടിട്ടങ്ങ് വട്ടുപിടിച്ചിരിക്കുകയാണ്. അർജുനൻ കർണനെ നോക്കും, ഓടിച്ചെന്ന് കർണന്റെ തേരങ്ങോട്ട് മറിച്ചിടും. ഉടനെ കർണൻ വേറെ തേരിൽ ചാടിക്കേറും, അവിടുന്ന് പാണ്ഡവന്മാരെ കൊല്ലും. അർജുനൻ അവിടെ ഓടിച്ചെല്ലും, ധർമ്മപുത്രര് വീണ്ടും ചെല്ലും, ഭീമസേനൻ നേരെ ഇങ്ങോട്ട് ഓടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷയില്ലാത്ത അടി. അങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കേ അർജുനനെല്ലാം കൂടെ വട്ടുപിടിച്ചു. അങ്ങനെ അർജുനൻ പോയിട്ട് കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ വാസുദേവ, കർണന്റെ ശൗര്യം നോക്കൂ, നമ്മുടെ സൈന്യങ്ങളെ മുഴുവൻ അവൻ മുടിച്ചു കളയും. ധർമ്മരാജാവിനും മറ്റും നല്ല പേടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് കർണനോട് എതിർത്തിട്ട് കർണനെ കൊല്ലാം, ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വാസുദേവൻ പറഞ്ഞു, ആള് പൊതുവെ ഒരു സമാധാന പ്രിയനാ. വാസുദേവൻ പറഞ്ഞു, കർണൻ അതിമാനുഷിക വിക്രമനായി യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് പാർത്ത. എന്നാൽ നമുക്കിപ്പോൾ അവന്റെ മുമ്പിൽ പോകാൻ പാടില്ല. ഇന്ദ്രൻ കൊടുത്ത അമോഘമായിരിക്കുന്ന ഒരു വേൽ അവന്റെ കയ്യിലുണ്ട്. അത് നിന്നെ വധിക്കാൻ വേണ്ടിയാണ് അവൻ കാത്തുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർണനോട് എതിരിടാൻ പറ്റിയ ഒരാളെ നമുക്ക് അയക്കാം. നീ അവന്റെ മുമ്പിൽ എത്താനാണ് അവൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർത്ത. സൂതപുത്രനുമായി നേരിട്ട് എതിർക്കാനുള്ള സമയം നിനക്ക് വരുന്നതേയുള്ളൂ. വീരയോദ്ധാവായിരിക്കുന്ന ഗഡോൽഗജനെ നമുക്ക് അവന്റെ മുമ്പിലേക്ക് വിടാം. അവൻ കർണനോട് എതിരിടാൻ ശക്തനാണ് പാർത്ത. ആസുരവും രാക്ഷസവുമായിരിക്കുന്ന പല ദിവ്യാസ്ത്രങ്ങളും മായാവിയായിരിക്കുന്ന ഗഡോൽഗജന്റെ കയ്യിലുണ്ട്. അവൻ പോരിൽ കർണനെ ജയിക്കാൻ ശക്തനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല പാർത്ത എന്ന് പറഞ്ഞു. അർജുനൻ ഇത് കേട്ടപ്പം, ശരി വാസുദേവനല്ലേ പറഞ്ഞത്, അർജുനൻ സമ്മതിച്ചു. ഉടനെ ഗഡോൽഗജനെ വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. കർണനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. രാത്രി യുദ്ധത്തിൽ രാക്ഷസന്മാർക്ക് പ്രത്യേക ശക്തിയാണ്, ഭയങ്കര ശക്തിയാണ്. കൃഷ്ണന്റെയും അർജുനന്റെയും സ്തുതിവചനങ്ങള് അത് കേട്ടപ്പം ഗഡോൽഗജന് ഭയങ്കര സന്തോഷമായി. ഗഡോൽഗജൻ രാക്ഷസനാണല്ലോ. ഗഡോൽഗജൻ അങ്ങ്
അട്ടഹസിച്ചുകൊണ്ട് കർണന്റെ നേരെ അങ്ങ് പാഞ്ഞങ്ങോട്ട് ചെന്നു. കർണൻ ചിരിച്ചുകൊണ്ട് രാക്ഷസ യോദ്ധാവിന്റെ പോർവിളി സ്വീകരിച്ചു. വാടാ ഗഡോൽഗജ, ബാക്കി നമുക്ക് നോക്കാന്ന് പറഞ്ഞു കർണൻ. 2 പേരും കർണനും ഗഡോൽഗജനും കൂടെ ആ യുദ്ധഭൂമി உனக்கு சுடு பண்ணி கொடுக்க சொன்னாங்க நானு, அதுதான் അത് ഹോട്ടേ ഇല്ലമ്മ. 2 പേരും ഗഡോൽഗജനും നമ്മുടെ കർണനും തമ്മിൽ ആ യുദ്ധഭൂമി കുലുങ്ങുന്ന പോലെയാണ് ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ സന്തോഷേട്ടാ. യുദ്ധഭൂമി കുലുങ്ങുന്നത് പോലെയാണ് ചിരിക്കുന്നത്. അവന്തി എന്നാച്ച് മെതുവായിടുമാ. അത് കണ്ടപ്പോഴേക്കും ദുര്യോധനൻ എന്ത് ചെയ്തു? ദുശാസനെയും അലംബുഷിനെയും കർണന്റെ സഹായത്തിനായിട്ട് വിളിച്ചു. ദുര്യോധനൻ ദുശാസനെയും അലംബുഷിനെയും കർണന്റെ സഹായത്തിനായിട്ട് വിളിച്ചു. അലംബുഷൻ എന്ത് ചെയ്ത്? ഒരുപാട് പല വിധത്തിലുള്ള ശരങ്ങളും വിട്ടിട്ട് പാണ്ഡവ പടയെ അങ്ങ് ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. പക്ഷെ ഗഡോൽഗജൻ എന്താ ചെയ്തത്? കഠിനമായിട്ട് ഗഡോൽഗജൻ അങ്ങ് എതിർത്തു. അലംബുഷനെയും ദുശാസനോടും ഗഡോൽഗജൻ പറയും, പോകാൻ വരട്ടെ, നിക്കവിടെ എന്ന് പറഞ്ഞ് തടഞ്ഞങ്ങോട്ട് നിർത്തി. ഗഡോൽഗജനും അലംബുഷനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. 2 പേരും മായാവികളായിക്കൊണ്ട് മായാവേഷം ധരിച്ചുകൊണ്ട് തമ്മിൽ പോരാടി. ആര്? ഗഡോൽഗജനും അലംബുഷനും. 2 പേരും രാക്ഷസന്മാരാണ്. 2 പേരും പല 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 മായാവേഷങ്ങളും ധരിച്ചുകൊണ്ട് പോരാടാൻ തുടങ്ങി. അവസാനം ദീർഘനേരത്തെ യുദ്ധത്തിന് ശേഷം ഭീമപുത്രനായിരിക്കുന്ന ഗഡോൽഗജൻ എന്ത് ചെയ്തു? അലംബുഷന്റെ ശിരസ് അങ്ങോട്ട് അറുത്തിട്ട് ദുര്യോധനന്റെ തേരിലേക്ക് ഒരൊറ്റ ഏറ് കൊടുത്തു. ദാ ദുര്യോധന, പിടിച്ചോ നിന്റെ അലംബുഷന്റെ തലാന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഏറങ്ങോട്ട് കൊടുത്തു ഗഡോൽഗജൻ. അയ്യോ, ദുര്യോധനൻ ഞെട്ടിപ്പോയി. ദുര്യോധനൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അലംബുഷന്റെ തല ദുര്യോധനന്റെ തേരിൽ വന്ന് വീഴുന്നത് കണ്ടപ്പോഴേക്കും ദുര്യോധനൻ അങ്ങ് ആകെ ഞെട്ടിത്തരിച്ചുപോയി. ഗഡോൽഗജൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിക്രമിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന നിന്റെ ബന്ധുവിന്റെ ശിരസ് ഞാനിതാ നിനക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വധർമാർത്ഥം കാമം ച തിത്രയതം യോ വിഭാഞ്ചതി ദിക്താ പാർണിന പശ്യേതരാജാനാം ബ്രാഹ്മണം സ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം ധർമാർത്ഥ കർമ്മങ്ങളെ ആരാഗ്രഹിക്കുന്നുവോ അവൻ വെറും കൈയായി രാജാവിനെയും ബ്രാഹ്മണനെയും സ്ത്രീയെയും കാണാൻ ചെല്ലരുത് എന്നാണ് പ്രമാണം. രാജാവായിരിക്കുന്ന ഭവാന് ഞാൻ കാഴ്ചവെക്കുന്നത് ഇതാണ്. ഇനി ഇതുപോലെ കർണന്റെ തലയും ഞാൻ നിനക്കായി കാഴ്ചവെക്കുന്നു പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വന്തം ധർമാർത്ഥ കർമ്മങ്ങളെ, അതായത് നമ്മുടെ ധർമ്മവും അർത്ഥവും നമ്മുടെ കാമങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വെറും കൈയോടെ രാജാവിനെയും ബ്രാഹ്മണ സ്ത്രീയെയും കാണാൻ ചെല്ലരുത്. ഇതാണ് പ്രമാണം. ഓക്കെ, അതായത് രാജാവിനെയും ബ്രാഹ്മണനെയും സ്ത്രീയെയും കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാണിക്ക അവർക്ക് കൊണ്ടുപോകണം എന്നാ പറയുന്നത്. അപ്പൊ രാജാവായിരിക്കുന്ന ഭവാന് ദുര്യോധനനോട് പറയാണ്, ഇനി കർണന്റെ തലയും ഞാൻ ഇതുപോലെ നിനക്ക് ഇട്ടുതരാന്ന് പറഞ്ഞു. അങ്ങനെ കർണനോടാണ് പിന്നെ ഗഡോൽഗജൻ ഏറ്റുമുട്ടുന്നത്. രാത്രി നടന്ന ആ ഭീകരമായ യുദ്ധത്തില് എന്താ പറയേണ്ടത്? അത് പറയാൻ മഹാഭാരതത്തിലെ ഒരു വാക്കുകളും മതിയാവില്ല. അങ്ങനത്തെ യുദ്ധമാണ് കർണനും ഗഡോൽഗജനും തമ്മിൽ നടന്നത്. കർണനും ഗഡോൽഗജനും കൂടെ ജീവൻ പണയം വെച്ചാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ട് ഭയങ്കരമായിരിക്കുന്ന ആർപ്പ് വിളിയോടുകൂടി യുദ്ധം നടത്തി. ഇത് എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. 2 പേർക്കും ജയം ഉണ്ടായില്ല, പരാജയം ഉണ്ടായില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗഡോൽഗജനും കർണനും കൂടി നടന്നത്. കർണൻ ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. അത് കണ്ട് ഗഡോൽഗജൻ എന്ത് ചെയ്തു എന്നറിയോ? മായ എടുത്ത് പ്രയോഗിച്ചു. ഗഡോൽഗജൻ രാക്ഷസനാണല്ലോ. മായാ രൂപത്തിൽ അങ്ങോട്ട് യുദ്ധം ചെയ്തു കർണനോട്. ശസ്ത്രപാണികളായിരിക്കുന്ന അനേകം രാക്ഷസന്മാർ വന്നിട്ട് കർണനോട് എതിർക്കുന്നതായിട്ടാണ് തോന്നിയത്. അതായത്
ഗഡോൽഗജന്റെ നേരെ കർണൻ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചപ്പം കർണൻ എന്ത് ചെയ്ത് കുറേ രീതിയിൽ നമ്മുടെ പണ്ട് രജനീകാന്ത് സാറിന്റെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുറേ ആൾക്കാരായിട്ട് നമ്മുടെ ഗഡോൽഗജൻ മാറി. എന്നിട്ട് കർണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഉഗ്രമായിരിക്കുന്ന ശിലാവർഷം ഉണ്ടായിട്ടും, അതായത് കല്ലൊക്കെ എറിയാൻ തുടങ്ങി കർണന്റെ നേരെ. ശിലാവർഷം, കല്ലുമഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ശിലാവർഷം ഉണ്ടായിട്ടും കർണൻ ഒരു പേടിയില്ല. കർണൻ കുലുങ്ങുന്നേയില്ല. കർണനെ കൊല്ലാനായിട്ട് രാക്ഷസൻ പ്രയോഗിച്ച ശരങ്ങളേറ്റിട്ട് കർണന്റെ ശരീരമൊക്കെ അങ്ങ് തളർന്നു പോയി. എങ്കിലും നല്ല ശൗര്യത്തോടുകൂടി കർണൻ എന്ത് ചെയ്ത് അസ്ത്രങ്ങൾ അയച്ചിട്ട് ഗഡോൽഗജന്റെ മായയെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഭീമപുത്രൻ വീണ്ടും ആര്? ഗഡോൽഗജൻ വീണ്ടും മായകൾ സൃഷ്ടിച്ച് കർണനോട് എതിരിടാൻ തന്നെ തുടങ്ങി. പല ദിവ്യാസ്ത്രങ്ങളും ഗഡോൽഗജനും പ്രയോഗിച്ചു. വർണ്ണിക്കാനാവാത്ത രീതിയിലുള്ള യുദ്ധസാമർഥ്യമാണ് കർണനും ഗഡോൽഗജനും തമ്മിൽ കാഴ്ചവെക്കുന്നത്. ഇങ്ങനെ യുദ്ധം മുറുകി നിൽക്കുമ്പോൾ രാക്ഷസേന്ദ്രനായിരിക്കുന്ന രാക്ഷസന്മാരുടെ ഉയർന്ന അധികാരമുള്ള അലായുധൻ അവിടെ അങ്ങ് എത്തി. തൻ്റെ ബന്ധുക്കളായിരിക്കുന്ന ഭഗൻ, ഹിഡിംബൻ, കൃമീരൻ ഇവരെയൊക്കെ കൊന്നിട്ടുള്ളത് ഭീമസേനനാണ്. ഹിഡിംബനെയൊക്കെ കൊന്നിട്ടാണ് ഭീമസേനൻ നിൽക്കുന്നത്. അപ്പോൾ ഈ അലായുധൻ രാക്ഷസനാണ്. രാക്ഷസന്റെ അലായുധന്റെ ബന്ധുക്കളായിരിക്കുന്ന ഭഗനെയും ഹിഡിംബനെയും കൃമീരനെയും ഒക്കെ കൊന്നിരിക്കുന്നത് ആരാണ്? ഭീമനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഭീമനോട് ഇതിനൊക്കെ പകരം ചെയ്യാൻ വേണ്ടി ഈ രാക്ഷസനും കൂടെ അവിടെ എത്തി. ചുരുക്കി പറഞ്ഞ അടിയോടടി പൊരിഞ്ഞടിയാണ് അവിടെ നടക്കുന്നത്. ഇതിനെയാണ് അലായുധവധം എന്ന് പറയുന്നത്. നമ്മൾ അലായുധവധം കേട്ടിട്ടില്ല, അത് ഈ വധമാണ്. ദുര്യോധനൻ എന്ത് ചെയ്തു? അവനെ പ്രോത്സാഹിപ്പിച്ചു. ആരെ? നമ്മുടെ അലായുധനെ. ചോദിക്ക് ഭീമനോട്, വിടരുത് അവനെ, അവനാണ് ഇവരെയൊക്കെ കൊന്നതെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഭീമസേനൻ ഇവരെ പിരികേറ്റി വിട്ടു. ഭീമാകാരനായിരിക്കുന്ന അലായുധനെ കണ്ടിട്ട് കൗരവന്മാർക്കൊക്കെ ഭയങ്കരം സന്തോഷം. കിട്ടി മോനെ പണി, ഇപ്പം തീർക്കും ഭീമനെ എന്നുള്ള ഭാവത്തില് പാണ്ഡവന്മാരെയെല്ലാം ഒന്നിച്ചെടുത്ത് വിഴുങ്ങാനുള്ള ഒരു വിചാരത്തോടെയാണ് ആര് വന്നിരിക്കുന്നത്? അലായുധൻ വന്നിരിക്കുന്നത്. അലായുധൻ വലിയ രാക്ഷസനാണ്. എങ്ങനെയെങ്കിലും എല്ലാ പാണ്ഡവന്മാരെയും അലായുധൻ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയുന്നു. അലായുധനെയും സൈന്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് കൗരവന്മാർ ഭയങ്കരം യുദ്ധം ചെയ്തു. കർണനും ഭീമപുത്രനും തമ്മിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അലായുധൻ അവിടത്തേക്ക് ഓടി വരുന്നത്. കർണനും ഭീമനും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഭീമനോട് പകരം ചോദിക്കണം അലായുധന്. അപ്പൊ അലായുധൻ ഇതിന്റെ ഇടയ്ക്ക് അങ്ങ് ചാടി വീണ് യുദ്ധത്തില് കർണൻ വയ്യാതാവുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ വേഗം അലായുധനോട് പറഞ്ഞു, വേഗം ചെന്ന് ആ ഗഡോൽഗജനെ കൊന്നുകള, വേഗം ചെന്ന് ഗഡോൽഗജനെ കൊല്ലു, വിട്ടേക്കരുത് അവനെ എന്ന് പറഞ്ഞ അലായുധന്റെ അടുത്ത്. ആരാ പറഞ്ഞത്? നമ്മുടെ ദുര്യോധനൻ പറഞ്ഞു. അതനുസരിച്ച് അലായുധൻ പോയിട്ട് ഗഡോൽഗജനോട് എതിരിടാൻ തുടങ്ങി. ഗഡോൽഗജൻ ആരാണ്? ഭീമന്റെ മകൻ. അലായുധൻ പോയിട്ട് ഗഡോൽഗജനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭീമന്റെ മകനായിരിക്കുന്ന ഗഡോൽഗജൻ എന്ത് ചെയ്തു? നമ്മുടെ കർണനെ വിട്ടിട്ട്, ചക്കു പോയി കിടന്നോ, കർണനെ വിട്ടിട്ട് രാക്ഷസ വീരന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആരോട്? അലായുധനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഗഡോൽഗജൻ. കർണൻ എതിർത്തപ്പോ ഭീമസേനനെ എതിർക്കാൻ ചെന്ന് കർണൻ ആ സമയത്ത് എന്ത് ചെയ്തു? നേരെ ഭീമസേനന്റെ അടുത്തേക്ക് പോയി. ഇവിടെ അലായുധനും ഗഡോൽഗജനും തമ്മിൽ യുദ്ധമാണ്. അപ്പൊ കർണൻ വിചാരിച്ചു, ശരി, ഇനിയിപ്പൊ അലായുധൻ എന്തായാലും നമ്മുടെ ഗഡോൽഗജനെ നോക്കിക്കോളും. അപ്പൊ ആ സമയം കൊണ്ട് കർണൻ നേരെ ഭീമന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഭീമൻ എന്ത് ചെയ്തു? കർണനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കുക, ഞാൻ എൻ്റെ മോനെ പോയി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ നേരെ ഗഡോൽഗജന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അലായുധന്റെ മുമ്പില് നമ്മുടെ ഭീമനെ കിട്ടിയ അലായുധന്റെ ലക്ഷ്യം ആരാണ്? ഭീമനാണ്. എന്തുകൊണ്ടാണ് അലായുധന് ഭീമനോട് ദേഷ്യം വന്നത്? ഹിഡിംബൻ, ഭഗൻ, കൃമീരൻ ഇതുപോലെയുള്ള രാക്ഷസന്മാരെയൊക്കെ കൊന്നത് ഭീമനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലായുധന്റെ മുമ്പിൽ ഭീമനെ കിട്ടിയപ്പോ ഭയങ്കരം സന്തോഷമായി അലായുധന്. ഞാൻ നിന്നെ തന്നെയാടാ ഭീമ നോട്ടട്ടത്, നിന്നെ തീർക്കാനാടാ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തില് അലായുധൻ ഭീമനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. യുദ്ധത്തിലെ രാക്ഷസന്മാര് ഒരുപാട് ശരവർഷങ്ങൾ കൊണ്ട് ഭീമന്റെ വില്ല് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. കുതിരകളെയും സൂതനെയും ഒക്കെ രാക്ഷസന്മാരെന്ത് ചെയ്ത് ഭീമന്റെ ഇവരെല്ലാം കൊന്നുകളഞ്ഞു. ദേഷ്യം വന്ന ഭീമൻ എന്ത് ചെയ്തു? അലായുധന്റെ നേരെ ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് വിട്ടു.
കൗരവ പടയിലെ എല്ലാവരും ചേർന്ന് അലായുധനെ സഹായിക്കാൻ വേണ്ടി വന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ഭീമന്റെ രക്ഷയ്ക്കായിട്ട് ഗഡോൽഗജനെ വിട്ടു. ഗഡോൽഗജനോട് കൃഷ്ണൻ പറഞ്ഞു, ഗഡോൽഗജ വേഗം പോയി നിന്റെ അച്ഛനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഗഡോൽഗജനോട് വാസുദേവൻ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ഗഡോൽഗജ, ഭീമൻ ക്ഷീണിച്ചിരിക്കുന്നു, നീ പോയി യുദ്ധത്തിൽ അലായുധനെ കൊന്ന് ഭീമനെ രക്ഷിക്കൂ, പിന്നെ കർണനോട് എതിരാം. എന്താ പറഞ്ഞത്? വേഗം പോയിട്ട് നമ്മുടെ കർണനോട് യുദ്ധം ചെയ്, ഇപ്പൊ വേണ്ട, ഇപ്പൊ കർണനെ ഇപ്പൊ വിട്ടേക്ക്, വേഗം ആ അലായുധനോട് പോയി യുദ്ധം ചെയ്, ഭീമൻ അലായുധനോട് യുദ്ധം ചെയ്തിട്ട് ഭീമൻ തളർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. രാക്ഷസന്മാർ തമ്മിൽ ഭയങ്കര യുദ്ധം. അവസാനം ദ്വന്ദ്വയുദ്ധത്തിലെ ഗഡോൽഗജൻ അലായുധനെ വീഴ്ത്തി. തമ്മിൽ നടന്ന യുദ്ധത്തില് ഗഡോൽഗജൻ എന്ത് ചെയ്ത്? ഗഡോൽഗജൻ എന്ത് ചെയ്ത്? അലായുധനെ വീഴ്ത്തി. അവന്റെ തല വെട്ടിയെടുത്തിട്ട് ദുര്യോധനന്റെ തേരിലേക്ക് എറിഞ്ഞു കൊടുത്തു. അലായുധന്റെ തല ഗഡോൽഗജൻ അരിഞ്ഞെടുത്തിട്ട് നേരെ ദുര്യോധനന്റെ തേരിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഭീമസേനനെ കൊല്ലുന്നും പറഞ്ഞ് വന്ന അലായുധന്റെ തല ദുര്യോധനന്റെ തേരിൽ വന്ന് വീണപ്പോഴേക്കും ദുര്യോധനനാകെ ടെൻഷനായി. തൻ്റെ പ്രതീക്ഷയെല്ലാം ദുര്യോധനൻ അസ്തമിച്ചു. അലായുധ രാക്ഷസനെ വധിച്ച സന്തോഷം കൊണ്ട് ഗഡോൽഗജൻ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ കർണൻ, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ എല്ലാവരും പാഞ്ചാലന്മാരോട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് മഹാബാഹുവായിരിക്കുന്ന ഭീമന്റെ മകൻ വീണ്ടും കർണനോട് യുദ്ധം ചെയ്തു. ആര്? ഗഡോൽഗജൻ. ഗഡോൽഗജന്റെ മഹത്തായ ആ മഹായുദ്ധം കർണനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഉഗ്രമായിരിക്കുന്ന യുദ്ധത്തില് ഗഡോൽഗജനോട് എതിരിടാൻ ആർക്കും സാധിക്കുന്നില്ല. പാഞ്ചാലന്മാരുടെ ശരങ്ങൾ കൊണ്ട് കൗരവപ്പട കൂട്ടമായിട്ട് നശിക്കാൻ തുടങ്ങി. പിന്നെ കൗരവപ്പട നിന്നില്ല, ഓടാൻ തുടങ്ങി. കാരണം അലായുധനും മരിച്ചു, എല്ലാം ഇങ്ങനെ നാശനഷ്ടത്തിലേക്കാണ് പോകുന്നത്. അത് കണ്ടപ്പോഴേക്കും ദുര്യോധനന് ഭയങ്കര വിഷമം. ദുര്യോധനൻ ഓടിച്ചെന്ന് കർണനോട് പറഞ്ഞു, കർണ, ധാർത്തരാഷ്ട്രന്മാരായിരിക്കുന്ന കൗരവന്മാരൊക്കെ ഇപ്പം മരിച്ചു വീഴും കർണ. ഗഡോൽഗജനെ കൊന്നാൽ മാത്രമേ നിനക്ക് പാർത്ഥനോട് എതിരിടാൻ പറ്റൂ. അവനെ ജയിക്കാൻ വേറെ വഴികളൊന്നും ഞാൻ കാണുന്നില്ല കർണ. ഇന്ദ്രൻ വലിയൊരു അമോഘമായ വേല് നിനക്ക് തന്നിട്ടില്ലേ? അതെടുത്തിട്ട് വേഗം ആ പാർത്ഥനെ കൊന്നുകളയൂ, ആ അർജുനനെ കൊന്നുകളാ. ഈ രാത്രി തീരുന്നതിന് മുമ്പ് നീ എത്രയും പെട്ടെന്ന് ആ അർജുനനെ കൊല്ലണം, എന്നാ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ദുര്യോധനൻ പറയാണ് കർണനോട്, അതുകൊണ്ട് നീ ഇനി മടിച്ചു നിൽക്കല്ലേ, വേഗം പോയിട്ട് ആ അർജുനനെ കൊന്നുകളാന്ന് പറഞ്ഞു. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് പറയൂ. എന്തെങ്കിലും സംശയം മനസ്സിലായോ നിങ്ങൾക്ക്? ഗഡോൽഗജനൻ, പാർത്ഥൻ, ഹിഡുംബൻ, കൃമീരൻ, ഭഗൻ, ഡൗട്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്, കൺഫ്യൂഷൻ വരും. കാരണം മഹാഭാരതം അല്ലേ, അതിൽ ഭയങ്കരമായ പേരുകൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല. എങ്കിലും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മനസ്സിലായി? ഓക്കെ, ഗീതാ മാം, ഷീന മാതാജി, മനോഹരമായി, താങ്ക് യു അച്ഛാ, മനസ്സിലായി, ഫൈൻ. യുദ്ധം നേരിട്ട് കണ്ടതുപോലെ തോന്നി, താങ്ക് യു. സൺഡേ വെക്കണം തോന്നൂ, മനസ്സിലായില്ല. കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്കിപ്പം? അമോഘമായിരിക്കുന്ന വേലിന്റെ കാര്യം, കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, മനസ്സിലാവുന്നുണ്ടല്ലേ? ഫൈൻ, സൂപ്പർ. അതാണ് അലായുധവധം എന്ന് പറയുന്നത്. അങ്ങനെ കർണനും ചിന്തിച്ചു, ശരിയാണ്, അർജുനനെ ഇനി വെറുതെ വെക്കാൻ പാടില്ല. അർജുനനെ വെറുതെ വെച്ചു കഴിഞ്ഞാൽ മുഴുവൻ കൗരവസേനയെയും അർജുനൻ എന്തു ചെയ്യും? കൊന്നുകളയുന്ന കർണനും മനസ്സിലായി. തൻ്റെ ആയുധങ്ങളെല്ലാം എടുത്തിട്ട് ഉപയോഗിച്ചാലും രാക്ഷസന്റെ മായാശക്തിയിൽ ഗഡോൽഗജൻ നിന്നു കഴിഞ്ഞാൽ, ഗഡോൽഗജനെ വധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ഗഡോൽഗജൻ എത്രയും പെട്ടെന്ന് തന്നെ കൗരവ വംശത്തെ മുഴുവൻ തീർത്ത് കളയുന്ന കർണന് ബോധ്യമായി. ഈ ഗഡോൽഗജൻ എന്ന് പറയുന്ന രാക്ഷസൻ, അതായത് ഭീമന്റെ മകൻ ഗഡോൽഗജൻ ഹിഡുംബിയിൽ ഉണ്ടായതാണ് കേട്ടോ. അപ്പം
ഇത് ഞാൻ എടുത്തെടുത്ത് പറയാൻ നിങ്ങൾക്ക് കണക്ഷൻ മറന്നു പോകാതിരിക്കാനാണ്. ഓക്കെ, ഭീമൻ വനവാസകാലത്ത് ഭീമനും ഹിഡുംബനെ വധിച്ചിട്ട് ഭീമൻ ഹിഡുംബി എന്ന് പറയുന്ന ഹിഡുംബന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. അതിൽ അവർക്ക് ജനിച്ച മകനാണ് ഗഡോൽഗജൻ. രാക്ഷസനാണ് കേട്ടോ, കാരണം ഹിഡുംബി രാക്ഷസിയാണ്. അപ്പോ ഈ ഗഡോൽഗജന്റെ രാക്ഷസന്റെ മായാശക്തി കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഗഡോൽഗജന്റെ മായാശക്തി കൊണ്ട് കൗരവ വംശം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗഡോൽഗജനെ വധിക്കാതെ കൗരവ വംശത്തിന് ഒരു തരത്തിലുള്ള രക്ഷയും കിട്ടില്ല. കർണൻ എന്ത് ചെയ്ത്? അർജുനനെ കൊല്ലാൻ വേണ്ടി വളരെ കാലമായി സൂക്ഷിച്ചിരിക്കുന്ന വൈജയന്തി എന്ന് പറയുന്ന വേലിങ്ങെടുത്തു. എന്താ ചെയ്തത്? കർണൻ അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അമോഘമായിരിക്കുന്ന വേലിന്റെ പേരാണ് വൈജയന്തി. ആ വേലിങ്ങെടുത്തു. ഇന്ദ്രൻ കർണന്റെ കയ്യിൽ നിന്ന് കവചകുണ്ടലങ്ങൾ വാങ്ങിയപ്പോൾ ഇന്ദ്രൻ കർണന് കൊടുത്ത എന്താണ് ശക്തിയാണ് ഈ വേൽ എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് വൈജയന്തി. വേറെ നിവർത്തിയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ കർണൻ എന്ത് ചെയ്തു? ആ വേല് നേരെ ഗഡോൽഗജന്റെ നേരെ പ്രയോഗിച്ചു. അത് ഗഡോൽഗജന്റെ മായകളെല്ലാം നശിപ്പിച്ച് അവന്റെ ഗഡോൽഗജന്റെ മാറ് കീറി അവന്റെ ജീവനും കൊണ്ട് ഈ വേലങ്ങടെ ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങിപ്പോയി. എന്നിട്ട് അത് അപ്രത്യക്ഷമായി. കാരണം ഒരേ ഒരു വട്ടമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ദ്രൻ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഗഡോൽഗജന്റെ എല്ലാ മായാശക്തിയും നശിപ്പിച്ച് ഗഡോൽഗജന്റെ നെഞ്ച് കീറിയെടുത്തിട്ട് ആ അമോഘമായിരിക്കുന്ന വേല ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി അപ്രത്യക്ഷമായി. പർവ്വതാകാരമായിരിക്കുന്ന ഗഡോൽഗജൻ, അത്രയും വലിയ ശരീരമുള്ള ഗഡോൽഗജന്റെ ശരീരം ഭൂമിയിൽ പതിച്ചപ്പോ കുറേ കൗരവന്മാരുടെ മേലാണ് ഈ ഗഡോൽഗജന്റെ ശരീരം വന്ന് വീണത്. ആ കൗരവന്മാരൊക്കെ ഭീമാകാരമായിരിക്കുന്ന രാക്ഷസനായ ഗഡോൽഗജന്റെ ശരീരം ഈ കൗരവന്മാരുടെ മേല് വീണപ്പം അവരൊക്കെ അരഞ്ഞു ചമ്മന്തിയായി പോയി. ദുര്യോധനനും ദ്രോണരും ഒക്കെ സമാധാനത്തോടെ സൈന്യങ്ങളെ അങ്ങ് സമാധാനിപ്പിച്ചു. കൗരവപ്പട സന്തോഷത്തോടെ അങ്ങ് ആർത്ത് വിളിച്ച് കർണനുള്ള ജയ്വിളി അങ്ങ് വിളിച്ചു. ഗഡോൽഗജൻ മരിച്ചപ്പോ പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. ഭീമന്റെ മകനാ. പാണ്ഡവന്മാരങ്ങട് ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ കൃഷ്ണൻ മാത്രം സന്തോഷത്താൽ ആർത്ത് വിളിക്കാനും നൃത്തം വെക്കാനും തുടങ്ങി. കൃഷ്ണൻ മാത്രം. പാണ്ഡവന്മാരെല്ലാവരും കരയാണ് ഗഡോൽഗജൻ മരിച്ചിട്ട്. ഭീമന്റെ മോനല്ലേ. പക്ഷേ കൃഷ്ണൻ ആർത്ത് വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ ആർത്ത് വിളിച്ച് ചിരിച്ചങ്ങട് ആർമാദിക്കുന്നു. കൃഷ്ണൻ ഇതുവരെ കാണാത്തൊരു സന്തോഷമാണ് കൃഷ്ണന്റെ മുഖത്ത്. അദ്ദേഹം തേരിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അട്ടഹസിക്കുകയാണ് കൃഷ്ണൻ. തങ്ങളുടെ സൈന്യത്തിലെ മഹാനായിരിക്കുന്ന ഒരു യോദ്ധാവ് മരിച്ചതില് കൃഷ്ണൻ എന്താ ഇത്ര സന്തോഷം? പാണ്ഡവന്മാരുടെ സൈന്യത്തിലെ മഹാനായിരിക്കുന്ന ഒരു യോദ്ധാവാണ് ഗഡോൽഗജൻ. എന്നിട്ട് ഈ കൃഷ്ണൻ എന്താ ഇത്ര ചിരിക്കുന്നത്? പാണ്ഡവന്മാർക്ക് മനസ്സിലായില്ല. അപ്പൊ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, മധുസൂദന, അങ്ങയുടെ ഈ സന്തോഷത്തിന്റെ കാരണം എന്താ? ഗഡോൽഗജന്റെ വധം കൊണ്ട് ഏറ്റവും ദുഃഖിക്കേണ്ട സമയത്ത് അങ്ങേക്ക് അതിയായ സന്തോഷമാണല്ലോ കാണുന്നത്. അതിനെന്താ വല്ല പ്രത്യേകതയുണ്ടോ? എന്താ കാരണം എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ എനിക്ക് ബാക്ക് പെയിൻ ഇല്ല. അപ്പൊ വാസുദേവൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് നിന്റെ ജീവനെ രക്ഷിക്കാൻ സാധിച്ചത് കൊണ്ടാണ് പാർത്ഥ. ഗഡോൽഗജനെ വധിക്കാൻ വേണ്ടി ആ വേല് കർണൻ ഉപയോഗിച്ചില്ലേ, അതുകൊണ്ട് നിന്റെ ജീവനാണ് രക്ഷിക്കപ്പെട്ടത്. അമോഘമായിരിക്കുന്ന ആ ശക്തിയുള്ള വൈജയന്തി വേല് നിന്നെ വധിക്കാൻ വേണ്ടിയാണ് കർണൻ സൂക്ഷിച്ചു വെച്ചത്. കവചകുണ്ടലങ്ങളും ശക്തിയും നഷ്ടപ്പെട്ട കർണനെ വധിക്കാൻ ഇനി നിനക്ക് സാധിക്കും അർജുന എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ഗാണ്ഡീവമോ എന്റെ സുദർശനമോ പോലും കർണനിൽ ഫലിക്കില്ല. വലിയൊരു ഭാഗ്യമാണ് ആ വേല് ഗഡോൽഗജന്റെ നേരെ ഉപയോഗിക്കാൻ കർണന് തോന്നിയത്.
അത് അർജുനനെ കൊല്ലാൻ വേണ്ടി കാലങ്ങളായി കർണൻ സൂക്ഷിച്ചു വെച്ചതാണ്. ഇനി അവനെ കൊല്ലാനുള്ള ഒരു വഴി ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു കൃഷ്ണൻ. യുദ്ധത്തില് അവന്റെ തേരുകൾ ഭൂമിയിൽ താഴ്ന്നു പോണം. അവന്റെ തേരിന്റെ ചക്രം ഭൂമിയിൽ താഴ്ന്ന് അവൻ അസ്ത്രം താഴെ വെക്കും. യുദ്ധം നടക്കുമ്പോ അർജുന, ആ കർണന്റെ തേരിന്റെ ചക്രങ്ങള് ഭൂമിയിലേക്ക് താഴ്ന്നു പോണം. അപ്പൊ അവൻ എന്ത് പറയും? അവൻ എന്ത് ചെയ്യും? അവന്റെ അസ്ത്രം താഴെ വെക്കും. ആ സമയത്ത് അവനെ വധിക്കണം. അസ്ത്രം കയ്യിലെടുത്ത അവനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല അർജുന. അത്രയും അജയ്യനാണ് കർണൻ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജരാസന്ധൻ, ഹിഡിംബൻ, കൃമീരൻ, ഭഗൻ, ഏകലവ്യൻ ഇവരുടെ എല്ലാം കഥ ഞാൻ കഴിച്ചത്. ഗഡോൽഗജനും ക്രൂരകർമാവായിരുന്നു, ബ്രാഹ്മണദ്വേഷിയായിരുന്നു. ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി അവനെയും കർണനെ കൊണ്ട് ഞാൻ വധിപ്പിച്ചു. ഏകലവിനെ കൊണ്ട് ദ്രോണർക്ക് ഗുരുദക്ഷിണയായിട്ട് പെരുവിരൽ കൊടുപ്പിച്ചതും എൻ്റെ ഇതേ ഉദ്ദേശത്തോടെയാണ് അർജുന. തള്ളവിരലുള്ള ഏകലവിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല അർജുന. ദേവാദിദേവന്മാർക്കും മനുഷ്യന്മാർക്കും അജയ്യനായി വളരുന്ന ആ നിഷാധനനെ ഉപദ്രവം തീർക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് അർജുന ഏകലവ്യന്റെ തള്ളവിരൽ ഞാൻ മുറിപ്പിച്ചത്. ഇങ്ങനെ അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലതും ഞാൻ ചെയ്തു. അതിൽ ഒന്നാണ് കർണനെ കൊണ്ട് ആ വേല് ഞാൻ ഗഡോൽഗജന് നേരെ പ്രയോഗിപ്പിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ പടിപടിയായി ഓരോരോ കാര്യങ്ങൾ ചെയ്തത് കേട്ടപ്പോ അർജുനൻ അങ്ങ് വല്ലാതെ വിഷമം വന്നു. അർജുനൻ എന്ത് ചെയ്തു? കൃഷ്ണന്റെ ആ പ്ലാനിങ് കേട്ടിട്ട് എല്ലാം കേട്ട് അത്ഭുത സ്തബ്ധനായി നിന്നുകൊണ്ട് കൃഷ്ണന്റെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ധന്യനായി കണ്ണീരോടെ കൃഷ്ണന്റെ മുമ്പിൽ നിന്നു. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കൃഷ്ണൻ ഓരോരോ പ്ലാനിങ് തരുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് ആരുമില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് ഭയങ്കര സങ്കടമാണ്, എല്ലാം പോയി എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷെ അല്ല, കൃഷ്ണൻ ഓരോരോ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം കൃഷ്ണനെ വിളിക്കുന്നു അത്രത്തോളം കൃഷ്ണൻ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഓരോ പ്ലാനിങ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ യുധിഷ്ഠിരന് ഗഡോൽഗജ വധം കൊണ്ടുള്ള ദുഃഖം സഹിക്കാൻ സാധിക്കുന്നേയില്ല. യുധിഷ്ഠിരൻ ഗഡോൽഗജൻ മരിച്ച ദുഃഖം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഭീമസേനനെ യുദ്ധത്തിന് അയച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ അടുത്ത് ചെന്നു. ആരുടെ അടുത്ത്? യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്നിട്ട് സമാധാനിപ്പിച്ചിട്ട്, ഗഡോൽഗജൻ മരിച്ചതിൽ ദുഃഖിക്കേണ്ട, അങ്ങ് സമാധാനമായിട്ടിരിക്കൂ എന്നും പറഞ്ഞ് കൃഷ്ണൻ ധർമ്മപുത്രരെ സമാധാനിപ്പിച്ചു. വീണ്ടും ധർമ്മപുത്രരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചിട്ട് കർണന്റെയും ദ്രോണരുടെയും നേരെ യുദ്ധത്തിന് വിട്ടു. അപ്പം അത്രയും വിഷമിച്ച രാജാവ്, അതായത് ധർമ്മപുത്രര് കൃഷ്ണന്റെ വാക്കുകളും സമാധാനവും ഒക്കെ കേട്ടിട്ട് നേരെ യുദ്ധത്തിന് ചെന്നപ്പോ അത്രയും വേദന ഉള്ളിലടക്കിയ രാജാവായിരിക്കുന്ന ധർമ്മപുത്രര് ഒരു അഗ്നി പോലെയാണ് ജ്വലിച്ചിരിക്കുന്നത്. പറഞ്ഞു ലില്ലി മാതാജി, അഗ്നി പോലെയാണ് ജ്വലിച്ചത്. ഗംഗാത്രക്കേട്ട അഗ്നി പോലെ ജ്വലിച്ചു. കർണനെ കൊല്ലാനായിട്ട് കുതിച്ചു പായുന്ന ധർമ്മപുത്രന്റെ അടുത്തേക്ക് വ്യാസ മഹർഷി വന്നിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ഭാഗ്യം കൊണ്ടാണ്. ഗഡോൽഗജൻ മരിച്ചതുകൊണ്ട് അർജുനൻ രക്ഷപ്പെട്ടു. ഇനി 5 ദിവസം കൊണ്ട് യുദ്ധം തീർന്ന് ഭൂമി മുഴുവൻ അങ്ങയുടേതായി മാറും. അതുകൊണ്ട് അങ്ങ് കോപിക്കണ്ട, ദുഃഖിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഹേ പുരുഷവ്യാഘ്ര, അങ്ങ് ധർമ്മത്തെ പറ്റി മാത്രം ചിന്തിച്ചു കൊള്ളുക. തപസ്, ദാനം, ക്ഷമ, സത്യം, ഇത്രയും കാര്യങ്ങൾ സന്തോഷത്തോടെ അങ്ങ് പാലിക്കൂ. ധർമ്മമുള്ളിടത്ത് വിജയമുണ്ട് എന്ന് പറഞ്ഞു. നിത്യം ച പുരുഷവ്യാഘ്ര ധർമ്മവേവാനുചിന്തയാ ആനുഷ്യസ്യം തപോധാനം ക്ഷമാം സത്യം ച പാണ്ഡവ സേവാധാ പരമപ്രീതോ യതോ ധർമ്മസ്തദോ ജയാ.
ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. വ്യാസദേവൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ ധർമ്മപുത്രർക്ക് ഭയങ്കരം സന്തോഷമായി. അദ്ദേഹം കർണനെ വധിക്കാനുള്ള ആ ഒരു തീരുമാനം നിർത്തിവെച്ചിട്ട് കുറച്ച് ശാന്തനായി ധർമ്മപുത്രര്. യുദ്ധക്കളത്തില് ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അതുകൊണ്ട് അർജുനൻ രാത്രിയിലെ യുദ്ധം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. അർജുനൻ പറഞ്ഞു, മതി, എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്, ഇനി രാത്രിയിലെ യുദ്ധം വേണ്ട, എല്ലാവരും സന്തോഷം നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് പോയിട്ട് നിദ്രയുടെ മടിത്തട്ടിൽ വിശ്രമിച്ചു കൊള്ളുക, ഇനി രാത്രി യുദ്ധം നിർത്തി എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവനപുരേശൻ കി ജയ്. യുദ്ധം നിർത്തി. ഹാപ്പി? ഹാപ്പിയാണോ? എല്ലാവരും അർജുനൻ പറഞ്ഞത് കേട്ട് നിദ്രയുടെ മടിത്തട്ടിലേക്ക് പോവുക. ഇപ്പൊ സമയത്രേ 10:10. യെസ്, അപ്പോൾ നാളെ കാണാം. നാളെ രാവിലെ നമുക്ക് പ്രഭാത മഞ്ജരിയിൽ കാണാം. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇന്ന് ആരാ നിങ്ങളോടൊക്കെ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞത്? ഞാനല്ല, അർജുനനാ ഉറങ്ങാൻ പറഞ്ഞത്. അപ്പം എല്ലാവരും നേരത്തെ ഉറങ്ങണ്ടേ? ആ, കഴിച്ചു കുക്കുംബർ. എല്ലാവരും സ്വസ്ഥമായി നേരത്തെ കിടന്നുറങ്ങും കേട്ടോ. നാളെ കാണാം. ശുഭരാത്രി. ശുഭരാത്രി. ഹാപ്പിയാണ്. ഗുഡ് നൈറ്റ്. ഓ, ചക്കു നിദ്രയുടെ മടിത്തട്ടിലാണ്. സമ്മതിച്ചു. നാളെ പോണില്ലേ ഗുരുവായൂർക്ക്? പനിയും വെച്ച് ഇരിക്കുകയാണോ അതോ ഗുരുവായൂർക്ക് പോകണുണ്ടോ? പോകുന്നില്ലെങ്കിൽ നേരത്തെ പറയണം കേട്ടോ. ആ റൂം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ശുഭരാത്രി. അപ്പം മൈൻഡ് ചെയ്യട്ടെ. ആഹാ, നാളെ 23rd ആണ്. 22 ആണ്. 23rd നമുക്ക് എന്ത് ഏകാദശി. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു സുധി പ്രഭു, സുധിക്കുട്ടു. ആർക്കാ എന്നെ കാണേണ്ടത്? സുജ. ഞാൻ ഗുരുവായൂർ വരുന്നുണ്ട്, അപ്പം കാണാം. ഏയ് കിട്ടും, കുക്കുംബറൊക്കെ കിട്ടും, കിട്ടാണ്ടൊന്നുമില്ല. കാണാം. ഞാൻ ഗുരുവായൂർ വരുമ്പോൾ വരും എല്ലാവരും. അല്ലെങ്കിൽ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കൂ. അപ്പം നമുക്ക് എല്ലാവർക്കും കാണാം. മറ്റെന്തെങ്കിലും ഒന്നുമില്ലല്ലോ. അപ്പം നാളെ കാണാം. ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ്. പ്രസന്ന മാതാജിയും വരൂ. നമുക്ക് എല്ലാവർക്കും കാണാം.